ക്ഷമിക്കണം, ഈ നെറ്റ് പോയതുകൊണ്ടാണ് ഇടയ്ക്കൊരു ഇൻട്രപ്ഷൻ വന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ തരത്തിൽ ഞാൻ പറയുന്നത്, കള്ളം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും ഒരു അയോഗ്യതയുണ്ട് എന്ന് സാമാന്യമായി നമ്മൾ വിചാരിക്കുന്നില്ല. അതൊക്കെ ഇപ്പോൾ അങ്ങനെയൊക്കെ പറയില്ലേ, അതൊക്കെ അങ്ങനെയൊക്കെ പറയാനല്ലേ. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ചാനൽ ചർച്ചകളിൽ സാമാന്യമായിട്ട് ആരെന്ത് പറയും എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു നിലപാട്, ഒരു ഉത്തരവ്, ഒരു പ്രവൃത്തി, ഒരു നയം ചർച്ച ചെയ്യാന്നിരിക്കുക. അപ്പോൾ വന്നിരിക്കുന്നതിൽ LDF-ന്റെ CPM-ഓ CPI-യോ അങ്ങനെയൊക്കെയുള്ള പാർട്ടിയുടെ ആൾക്കാരാണെങ്കിൽ അവർ UDF-ന്റെ കോൺഗ്രസോ ലീഗോ അങ്ങനെ ആളിരിക്കേണ്ട അവരതിനെ തള്ളി പറയുന്നു, നമുക്ക് ഉറപ്പാണ്. കാരണം അങ്ങനെ എന്ത് ചെയ്താലും, എന്ത് പറഞ്ഞാലും, എന്ത് നിലപാടെടുത്താലും സത്യാസത്യ വിവേചനമില്ലാതെ അതിനെ ന്യായീകരിക്കുന്ന ഒരു പണിയാണ്. അപ്പം അങ്ങനെ ഒരു വാക്ക് ഇപ്പോൾ നമ്മുടെ പുതിയ കാലത്ത് ഉണ്ടായി വന്നിട്ടുണ്ട്, ന്യായീകരണ തൊഴിലാളി. അയാളുടെ തൊഴിലെന്താ? ന്യായീകരിക്കലാണ്. അനുവദിച്ച് നോക്കൂ. അപ്പം ഈ ചർച്ചകളൊക്കെ മിക്കപ്പോഴും സത്യം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നത് അപൂർവമാണ്. തീരെ ഇല്ലെന്ന് ഞാൻ പറയില്ല. കാരണം വെച്ചാൽ അതിൽ പങ്കെടുക്കുന്ന നിരീക്ഷകന്മാരോ അല്ലെങ്കിൽ പത്രപ്രവർത്തകരോ ഒക്കെയുള്ള ആളുകളാണ് സാമാന്യമായിട്ട് അതിൽ സത്യം പറയുന്നത്. വലിയ കഷ്ടം അത്. അപ്പോൾ അവനവൻ്റെ പാർട്ടിക്കാരൻ, അവനവൻ്റെ ജാതിക്കാരൻ, അവനവൻ്റെ മുന്നണിക്കാരൻ, അവനവൻ്റെ നാട്ടുകാരൻ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുക, അത് മറ്റതൊക്കെ തെറ്റാണ് എന്ന് പറയാം. പിന്നെ ഇവിടുത്തെ വർത്തമാനത്തിൻ്റെ രീതി എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം നിങ്ങൾ ഇപ്പോൾ LDF-കാരനോട് അല്ലെങ്കിൽ CPM-കാരനോട് ഒരു ചോദ്യം വരുന്നു, ഇന്ന ഒരു കാര്യത്തിൽ, ഇന്ന ആളുടെ കൊലപാതകത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അത് സമയത്ത് അന്വേഷിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ തെറ്റല്ലേ? അത് തെറ്റാണോ അല്ലേ എന്നല്ല അദ്ദേഹം പറയാം. കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്ത് മറുപടിയാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന സംഗതിയാണ്. ഇത് കോൺഗ്രസ്സുകാരും ഇങ്ങനെയാണ്, ലീഗുകാരും ഇങ്ങനെ, BJP-ക്കാരും ഇങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെയാണ്. അതായത് X ചെയ്ത തെറ്റിനെ പറ്റി പറയുമ്പോൾ Y അതേ തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് X പറഞ്ഞത് സത്യമാവും, X പറഞ്ഞത് ന്യായമാവും, X പറഞ്ഞത് നീതിയാവും? ഇല്ലല്ലോ. ഞാനത് കേൾക്കുമ്പോഴേക്ക് എനിക്ക് ഓർമ്മ വരുന്നൊരു തമാശ കഥ ഞാൻ പറയാം. അറബികൾ പറയുന്നൊരു കഥ. ഒരു അറബിയുടെ വീട്ടിൽ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകള് വന്നു. അപ്പം ബാപ്പ ചോദിച്ചു, എന്താ മോളെ നീ എന്തിനാ കരയുന്നത്? അപ്പോൾ അവൾ വളരെ കഷ്ടമായിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ തല്ലി, അതിൻ്റെ അവമാനം കൊണ്ടും വേദന കൊണ്ടും. അപ്പം ഇദ്ദേഹം ചോദിച്ചു, ഭർത്താവ് എവിടെ തല്ലിയെന്ന് വെച്ചു. അപ്പോൾ അവൾ ഇടത്തേക്ക് അവൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ ബാപ്പ വലത്തേക്ക് അവൾ ഒറ്റടിയിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ചെന്ന് പറയടി അവനോട്, എൻ്റെ മകൾ അവൻ്റെ ഭാര്യയുടെ വലത്തേക്ക് അവൾ ചെയ്യാൻ അടിച്ചു ചെന്ന്. ഇതാണ് നമ്മുടെ പരിഹാരം എന്ന് പറയുന്നത്. എപ്പോഴും ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ എന്തെങ്കിലും കണ്ടാൽ ഒരു കൊലപാതകം, നിങ്ങൾ കൊന്നിട്ടില്ലെന്ന് ചോദിക്കും. മറ്റൊരു കൊന്നിട്ട് ഞങ്ങൾ കൊന്നു, അത് പറയാൻ നിങ്ങൾക്ക് എന്താണ് അർഹത എന്ന് ചോദിച്ചാൽ പ്രശ്നം തീർന്നോ? ഇല്ലല്ലോ. അപ്പോൾ മതത്തിൻ്റെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ പേരിലോ ഒക്കെ കൊല്ലുന്നത് ഒരു പ്രവൃത്തിയല്ല. കൊല ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്ന് പറയല്ല ചെയ്യാം. എന്താ പറയാ, ഇത്തവണ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ചെയ്തത് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഞങ്ങൾ അതിന് സമാധാനം ഉണ്ടാക്കുന്നല്ല പറയാം. എന്താ, ഞങ്ങളുടെ ആൾ അങ്ങനെ ചെയ്തിട്ടില്ല, പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ UDF ഭരിക്കും അങ്ങനെ ഉണ്ട്, അല്ലെ LDF ഭരിക്കും അങ്ങനെ ഉണ്ട്, അല്ലെ BJP-യുടെ കാര്യം ഗുജറാത്തിൽ ഇങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ അഹമ്മദാബാദിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെ മധ്യപ്രദേശിലുണ്ട്, അല്ലെ UP-യിലുണ്ട് എന്ന് പറയും. ഇത് എന്ത് ചർച്ചയാണ്, എന്ത് വർത്തമാനം എനിക്ക് മനസ്സിലായിട്ടില്ല, ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഇതിൽ ഇപ്പം നമുക്ക് എന്താണ് സത്യത്തിൻ്റെ മൂല്യം എന്ന് ചോദിച്ചാൽ, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണി നീതി ഉറപ്പാക്കലാണ്. നീതി അത് നമുക്ക് മനസ്സിലാവാൻ വളരെ വിഷമമാണ്. എന്ന് വെച്ചാൽ
തുല്യതയാണ്. മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഭാഷയുടെ പേരിലോ ലിംഗത്തിൻ്റെ പേരിലോ പണത്തിൻ്റെ പേരിലോ ഒന്നും നമ്മൾ ഒരു തരത്തിലുള്ള അതുല്യതയും സമത്വമില്ലായ്മയും കാണിക്കാതിരിക്കാം. വളരെ പഴയ ആശയമാണ് സമത്വം എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാവാത്ത കാരണം ജാതിയാണ് ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, നമ്മുടെ പാരമ്പര്യം. ജാതിയിൽ വേറെ എന്തുണ്ടെങ്കിൽ തുല്യതയില്ല, തുല്യതയില്ലെങ്കിൽ നീതിയില്ല. അപ്പോൾ 18-ാം നൂറ്റാണ്ടിൽ കൃത്യമായിട്ട് പറഞ്ഞ 1789 ഫ്രഞ്ച് വിപ്ലവം. അതിൻ്റെ മുദ്രാവാക്യം സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നായി ആണ്. സമത്വത്തിന് വേണ്ടിയാണ് വളരെ പ്രധാനപ്പെട്ട കലാപം മുഴുവൻ ഉണ്ടായത്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണെങ്കിലും റഷ്യൻ വിപ്ലവമാണെങ്കിലും ചൈനീസ് വിപ്ലവമാണെങ്കിലും വേറെ എന്താണെങ്കിലും അതൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയം നീതിയാണ്. അപ്പം നീതി ഉറപ്പാക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? സത്യം വേണം. എല്ലാത്തിൻ്റെ അടിസ്ഥാനം സത്യമാണ്. അതായത് ഇപ്പോൾ വാളയാർ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു, എന്നിട്ടോ അത് പെൺകുട്ടികളുടെ സമ്മതം അവിടെ ലൈംഗിക വീഴ്ച നടന്നത് എന്ന് പോലീസുകാരൻ റിപ്പോർട്ട് ചെയ്തു എന്നും കോടതി അത് അംഗീകരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു നിയമമുണ്ട്. എന്താ അത്? 18 വയസ്സ് പൂർത്തിയാകാത്തൊരു കുട്ടിക്ക് ലൈംഗിക വീഴ്ചയ്ക്ക് അനുവാദം കൊടുക്കാൻ അധികാരമില്ല. അവള് സമ്മതത്തോടു കൂടിയോ പണം കൊടുത്തോ പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ എങ്ങനെ ഏത് തരത്തിൽ അവളുമായിട്ട് നിങ്ങൾ വീഴ്ച നടത്തിയാലും അത് ബലാത്സംഗമാണ് എന്നാണ് ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത്. വാളയാർ കേസിലെ കുട്ടികൾക്ക് അത് ബാധകമല്ല. എന്താ ബാധകമല്ലാത്തത്? അവര് സ്ത്രീകളാണ്, ദളിതരാണ്, തൊഴിലാളികളാണ്, പട്ടിണിക്കാരാണ്, പാവങ്ങളാണ്. അവരുടെ കാര്യം ചോദിക്കാനും പറയാൻ ആരുമില്ല. അവന് സത്യത്തിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ സത്യമുണ്ടെങ്കിലേ നീതിയുള്ളൂ, നീതി ഉണ്ടെങ്കിലേ സത്യമുള്ളൂ. ഇതൊക്കെ പരസ്പര ബന്ധിതമാണ്. ഇതൊക്കെ വേറെ ഏതോ പുസ്തകത്തിൽ, ഇപ്പോൾ ഗീതയിൽ അല്ലെങ്കിൽ ബൈബിളിൽ അല്ലെങ്കിൽ ഖുറാനിൽ അല്ലെങ്കിൽ രാമായണത്തിൽ അല്ലെങ്കിൽ മഹാഭാരതത്തിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഇന്ന് നടപ്പാവുന്ന കാര്യങ്ങളല്ല, ഇന്ന് പ്രായോഗികമല്ല എന്നാണ് പൊതുവെ നമ്മുടെ ആളുകളുടെ വിചാരം. പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണെന്നാണ് പറയുന്നത്. അസത്യം പറഞ്ഞു, അനീതി കാണിച്ചു, പക്ഷപാതം കാണിച്ചു, അന്ധമായിട്ട് പെരുമാറി, എന്താ അതൊക്കെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സാണ്. നിങ്ങളുടെ ഐഡിയലിസ്റ്റിക് പൊളിറ്റിക്സ് ഒന്നും നടക്കൂല. ആദർശാത്മക രാഷ്ട്രീയമൊന്നും ഈ നൂറ്റാണ്ടിൽ നടക്കൂല. ഇപ്പോൾ ഗാന്ധി അതാണ് പരീക്ഷിച്ചത്. ബുദ്ധൻ ജീവിച്ചത് 2500 കൊല്ലം മുമ്പാണ്. 2500 കൊല്ലം മുമ്പാണ് സോക്രട്ടീസ് ജീവിച്ചത്. ക്രിസ്തു ജീവിച്ചത് 2000 കൊല്ലം മുമ്പാണ്. വലിയ ചക്രവർത്തിമാരും രാജാക്കന്മാരും സൈന്യാധിപന്മാരും ഒക്കെ ജീവിച്ച കാലം, വാളുകൊണ്ട് മാത്രം കാര്യങ്ങൾ തീരുമാനിച്ച കാലം. ആ കാലത്ത് അങ്ങനെ കുറച്ച് ആളുകൾ ഈ മൂല്യങ്ങളെ പറ്റി പറഞ്ഞു, അവരുടെ ജീവിതത്തിൽ ഇത് പാലിച്ചു. അതുകൊണ്ട് ഇപ്പം എന്തുണ്ടായി? അതൊക്കെ ഇന്ന് നടക്കും. ഇപ്പോൾ ഗാന്ധിയെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുന്നു. അഹമ്മദാബാദ് വിചാരണയെ പറ്റി ഞാൻ പറയുന്നത്. അപ്പോൾ ഗാന്ധി കോടതിയിൽ പറയുന്നത് ഈ കുറ്റപത്രത്തിൽ വായിച്ചു കേട്ട കുറ്റങ്ങളൊക്കെ കുറ്റങ്ങളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നീതിപീഠത്തിന് എനിക്ക് തരാവുന്ന ഏറ്റവും കൂടിയ ശിക്ഷ തരണം എന്നാണ് എൻ്റെ അപേക്ഷ. ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് 6 കൊല്ലം തടവിന് വിധിച്ചു. ആ വിധിന്യായം എഴുതിയ ബ്രിട്ടീഷുകാരനായ ജഡ്ജി ആ വിധിന്യായം അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ഗവൺമെന്റിന്റെ മനോഭാവം മാറുകയോ നിയമം മാറുകയോ ചെയ്ത് അങ്ങേ വിട്ടയച്ചാൽ ആ കാര്യത്തിൽ സന്തോഷിക്കുന്ന ആളുകളുടെ ഏറ്റവും മുമ്പിൽ ഞാനായിരിക്കുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ സി കേശവന്റെ ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം കോഴഞ്ചേരിയിൽ സർ സി പി അപ്പൊ കോടതി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞു.
അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് 6 മാസം തടവ് വിധിച്ചു. അപ്പോൾ അദ്ദേഹം ചിരിച്ചു. അപ്പോൾ കോടതി ചോദിച്ചു, എന്താ ചിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ തൂക്കിക്കൊള്ളുന്നതാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തടവ് 2 കൊല്ലമാക്കി. അദ്ദേഹം അപ്പോഴും ചിരിച്ചു. അപ്പോൾ ഇങ്ങനെ കള്ളം പറയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയല്ല, ചെയ്ത കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയല്ല, അത് ചെയ്തു. അപ്പം ഗാന്ധി ലണ്ടനിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ചില സുഹൃത്തുക്കൾ വന്നിട്ട് ക്രിസ്തുവിനെ പറ്റിയുള്ള ചില പുസ്തകങ്ങൾ, ബൈബിളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അത് നേരത്തെ വായിച്ചു, അദ്ദേഹം വീണ്ടും വായിച്ചു. അപ്പോൾ അവര് ഒരു കക്ഷി അദ്ദേഹത്തോട് പറഞ്ഞു, ആയിട്ട് ക്രിസ്തു മതത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധി ചോദിച്ചാൽ എന്തിനാ? ഞാനിപ്പോൾ തന്നെ എന്നെ കൊണ്ടാവുമ്പോൾ കളവ് പറയാതെയും കക്കാതെയും വ്യഭിചരിക്കാതെയും ആളുകൾക്ക് ദ്രോഹം ചെയ്യാതെയും ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല, താങ്കൾ അങ്ങനെ വളരെ ധർമ്മനിഷ്ഠമായ ജീവിതമാണ് നയിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം, പിന്നെ ഞാൻ ക്രിസ്ത്യാനിയാവുന്നു ചോദിച്ചു. അപ്പോൾ മറ്റേ കക്ഷി പറഞ്ഞു, അങ്ങ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു, പക്ഷേ അറിയാതെ വല്ല അബദ്ധവും പറ്റിയാൽ അത് ദൈവം മാപ്പാക്കണം എന്നുണ്ടെങ്കിൽ താങ്കൾ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധി പറഞ്ഞു, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ഏത് തെറ്റിനും ന്യായമായ ശിക്ഷ ദൈവം എനിക്ക് തരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലാതെ അത് മാപ്പാക്കണമെന്ന് അല്ല എന്ന് പറഞ്ഞു. എന്നൊന്നും പറയാനില്ലല്ലോ. അപ്പോൾ സത്യവാക്കായിരിക്കാം ഗാന്ധി, അതായിരുന്നു. അത് വളരെ പ്രയാസമാണ്, വളരെ പ്രയാസം. ആളുകൾക്ക് സത്യം പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, സത്യം പറയുന്ന ആളുകളെ സഹിക്കാനും ബുദ്ധിമുട്ടാണ്. ആണ് ഞാൻ പറഞ്ഞ ആവർത്തിക്കുകയാണ്, സത്യം പറഞ്ഞവരെയാണ് ആൾക്കാർ കൊല്ലുക. ഇപ്പോൾ അബ്രഹാം ലിങ്കണെ വെടിവെച്ച് കൊന്നു 1865 നമ്മൾ ഓർക്കേണ്ടതാ. ഗാന്ധി ജനിക്കുന്നതിൻ്റെ 4 കൊല്ലം മുമ്പ് അബ്രഹാം ലിങ്കൺ മരിച്ചുപോയി. അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത് അടിമത്തം എന്ന ഏറ്റവും പ്രാകൃതമായ മനുഷ്യാചാരം, നമ്മുടെ അടിമ വ്യാപാരം നിർത്തലാക്കാൻ വേണ്ടി ബില്ല് കൊണ്ടുവന്ന ആ ബില്ല് നിയമമായി. ഞാൻ പുസ്തകങ്ങളിൽ വായിച്ച അങ്ങനെയാണ്. ആ ബില്ല് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വില സ്വന്തം ജീവനാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ലിങ്കണ ചെയ്തതെന്ന്. അദ്ദേഹം അഡ്വക്കറ്റായി, അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ്. അപ്പം അദ്ദേഹം സ്പ്രിംഗ്ഫീൽഡ്, ഇല്ലിനോയി സ്റ്റേറ്റിലെ സ്പ്രിംഗ്ഫീൽഡ് എന്നുള്ള സ്ഥലത്ത് അദ്ദേഹം യൗവനകാലത്ത് അവിടെ ഉണ്ടായിരുന്നു, കുറേ കാലം അവിടെ ജീവിച്ചതാണ്. അവിടെ നിന്നാണ് ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഭാര്യയുടെ കൂടെ മേരി ടൂഡിൻ്റെ കൂടെ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന ഒരാൾ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ്. അപ്പോൾ അതാണ്, തനിക്ക് സത്യമാണ് എന്ന് തോന്നിയ ഒരു കാര്യം ചെയ്യാൻ, പ്രവർത്തിക്കാൻ, പറയാൻ തീരുമാനിച്ചാൽ പിന്നെ അത് പറയാം. അതിന് വരുന്ന എന്ത് പ്രത്യാഘാതമുണ്ട് അത് നേരിടുക. ക്രിസ്തു അങ്ങനെ ചെയ്തത്. അദ്ദേഹം നിന്റെ ഇടത്തേ കവിളത്ത് അടിക്കുന്നവന് വലത്തേ കവിളും കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. നിന്റെ പുതപ്പ് മോഷ്ടിക്കുന്നതിൻ്റെ വിരിപ്പും കൊടുക്കുക എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് നേരെ വന്നപ്പോൾ അതിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എന്താ അത്? അദ്ദേഹം ആ കുരിശിൽ കിടന്ന് അദ്ദേഹം വേദന കൊണ്ട് പടയുമ്പോൾ, ചോര വാർന്ന് മരിക്കുമ്പോൾ അദ്ദേഹം തന്നോട് അക്രമം കാണിച്ച ആളുകൾക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ചെറിയ കാര്യമല്ല. അപ്പൊ എന്താണ് ക്രിസ്തുവിന്റെ പ്രാധാന്യം? ഒന്നുമില്ല. ക്രിസ്തു 33 കൊല്ലാണ് ജീവിച്ചത്. അതിൽ 3.5 കൊല്ലമാണ് അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളുള്ളത്. ഒരു ആശാരി കുടിൽ ജനിച്ചൊരു ദരിദ്രനായ ഒരുത്തനാണ്. എന്തെങ്കിലും പഠിച്ചോ എന്ന് നമുക്ക് അറിഞ്ഞോടാം. നമുക്ക് കിട്ടിയ ചരിത്രത്തിൽ അദ്ദേഹം ഇന്ന വിഷയം പഠിച്ചു, ഇന്ന ആളെടുത്ത് പഠിച്ചു എന്ന് നമുക്കറിയില്ല. പിന്നെ അദ്ദേഹം അവിടെയൊക്കെ ചെന്ന് പ്രസംഗിച്ചപ്പോൾ നാട്ടുകാർ അത്ഭുതപ്പെട്ട് ചോദിച്ചു, ഇവൻ അധികാരത്തോടെ സംസാരിക്കുന്നുവല്ലോ എന്ന്. ഒരു അധികാരമുള്ള ആളല്ല, 10 പൈസയില്ല. അവിടെ വലിയ പണക്കാരുണ്ട്, ഗവർണർമാരുണ്ട്, രാജകിങ്കര ജന്മിമാരുണ്ട്. ഇതൊന്നും അല്ല ക്രിസ്തു. ഇവൻ ആരാണ്? ഇവനൊരു ആശാരി ചെറുക്കനാണ്. അവൻ്റെ കൂട്ടത്തിലുള്ളതൊക്കെ വളരെ ദരിദ്രന്മാർ, മുക്കുവന്മാർ, അങ്ങനെയുള്ള
അദ്ദേഹം തന്നെ പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും മഹാദരിദ്രന്മാരും അവരൊരു സംഘമാണ്. ആരും അറിയില്ല. ആരും അറിയാത്തതുകൊണ്ടാണ് ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനാണ് ക്രിസ്തു എന്ന് അടയാളം പറഞ്ഞു കൊടുക്കാൻ കറിയോത്തിന് അങ്ങനെ 30 വെള്ളിക്കാശ് മേടിച്ച് ഗുരുനാഥനെ ഒറ്റുകൊടുക്കാൻ പറ്റിയെന്നുണ്ടാകും. ഗുരുനാഥനെ ആരും അറിയില്ല. പക്ഷെ ആ ജനങ്ങൾ ചോദിച്ചു, ഇവർ സംസാരിക്കുന്നുവല്ലോ, നമ്മുടെ പുരോഹിതന്മാരും പരീശന്മാരും സംസാരിക്കുന്ന പോലെ അല്ലല്ലോ. എന്താ വ്യത്യാസം? വ്യത്യാസം വളരെ ലളിതാണ്. എന്താ അത്? അദ്ദേഹം സത്യം പറഞ്ഞു. എന്താ സത്യം പറയുന്നത്? താൻ പറയുന്നത് പ്രവർത്തിച്ചു, താൻ പ്രവർത്തിക്കുന്നത് പറഞ്ഞു. പ്രവൃത്തിയും പറച്ചിലും തമ്മിൽ വ്യത്യാസമില്ല. അദ്ദേഹത്തിൻ്റെ ഗിരിപ്രഭാഷണം എന്നുള്ള ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും അധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട, ഏറ്റവും അധികം ചർച്ച ചെയ്ത 33 ആളെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ വായിച്ചത്. അത്ര കുറച്ച് ശ്രോതാക്കളോടാണ് അത്ര അദ്ദേഹം സംസാരിച്ച. ആരുമില്ല. പറഞ്ഞത് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും. സീസർ എന്ന് പറഞ്ഞാൽ ആരാ? റോമിന്റെ ചക്രവർത്തിയാ, റോമാ ചക്രവർത്തിയാ സീസർ എന്ന് പറയുന്നത്. അപ്പോ ദൈവം വേറെ, റോമാ ചക്രവർത്തി വേറെ. അപ്പോ ആലോചിച്ച് ജനങ്ങൾ എങ്ങനെയാണ് അന്ന് ജനങ്ങൾ എന്ത് അന്യായമാണ് കാണിച്ചത്? പിലാത്തോസ് ഗവർണർ വിചാരണ നടക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കുറ്റവും തെളിയുന്നില്ല. പിലാത്തോസ് പറയുന്നുണ്ട്, എന്ത്, ഇവന്റെ പേരിൽ ഒരു കുറ്റവും തെളിയുന്നില്ല. അപ്പൊ അന്നും സോക്രട്ടീസിന്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. അപ്പോൾ ഭൂരിപക്ഷം വോട്ടനുസരിച്ചാണ് ക്രിസ്തുവിനെ കുരിശിത്തറച്ച് കൊല്ലാൻ തീരുമാനിച്ചത്. ആ സമയത്ത് ഗവർണർ പിലാത്തോസ് തൻ്റെ കൈ കഴുകുന്നുണ്ട്. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നുണ്ട്. നമ്മളിന്നിപ്പോൾ കൊറോണ കാലത്ത് കൈ കഴുകുണ്ടല്ലോ, അതാണ് ആ കൈ കഴുകല്. ഞാൻ കുറ്റത്തിന് ഒഴിവാകുന്നു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞാണ്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വീണുകൊള്ളട്ടെ എന്നാ. അങ്ങനെ കൊന്നേ പറ്റുള്ളൂ എന്നാണ് ജനങ്ങൾക്ക്. എന്താ കാരണം? ഇതാണ്, ഇങ്ങനെ സത്യം പറയുന്ന ആളെയൊന്നും ഒരുപാട് കാലം സഹിക്കാൻ പറ്റില്ല. പിന്നീട് പൂജിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷെ അന്ന് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ ഒരു ചൈതന്യം, ഗാന്ധിയുടെ ഈ ഒരു ചൈതന്യം, സോക്രട്ടീസിന്റെ ചരിത്രം ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചം, ഇതൊക്കെയാണ് സത്യത്തിന്റെ വഴിയായിട്ട് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുന്നുള്ളൂ നമ്മുടെ മുമ്പിലുള്ളത്. സത്യത്തെപ്പറ്റി നിരന്തരം സംസാരിക്കുന്ന ഒരാളാണ് മുഹമ്മദ് നബി. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിൽ മിക്ക സമയത്തും ഹക്ക്, സത്യം എന്നുള്ളൊരു കാര്യം എപ്പോഴും വരും. അത് മൂല്യബദ്ധമായി ജീവിക്കുന്ന ആർക്കും ആദ്യത്തെ മൂല്യം എന്നുള്ളത് സത്യമാണ്. അർദ്ധസത്യമോ അസത്യമോ ആയാൽ പിന്നെ ബാക്കിയുള്ള അതിൻ്റെ പുറത്ത് എന്ത് കെട്ടിപ്പടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കാളും വലുതാണ് എനിക്ക് സത്യം. ആ സത്യസന്ധമായി സത്യത്തിന്റെ വഴിക്ക് പോയിട്ട് കിട്ടിയിട്ട് ഞാൻ ഇന്നിപ്പോ എനിക്ക് വിദ്യാർത്ഥികളോടും അപേക്ഷിക്കാനുള്ള കാര്യം, സത്യാനന്തര കാലം എന്നത് നമ്മുടെ ഇടയിൽ ഒരിക്കലും പുലരാതിരിക്കട്ടെ. സത്യമാണ് ജീവിതം എന്ന് പറയുന്നത്. സത്യമില്ലെങ്കിൽ പിന്നെ വേറെ ഒന്നുമില്ല. ഏത് മൂല്യമുണ്ട്, നിങ്ങൾ വിലമതിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ പേരിൽ നിങ്ങൾ വിലമതിക്കുന്ന ഏത് മൂല്യമുണ്ട്, അതൊന്നും അസത്യത്തിൻ്റെ മുകളിലോ അർദ്ധസത്യത്തിൻ്റെ മുകളിലോ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അർദ്ധസത്യത്തെ പറ്റി നമ്മൾ വളരെ കരുതിയിരിക്കേണ്ടതാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് അങ്ങനെ, ഹാഫ് ട്രൂത്ത് ഈസ് വേഴ്സ് ദാൻ ലൈ. അർദ്ധസത്യം അസത്യത്തെക്കാൾ ചീത്തയാണ്. എന്താ കാരണം? അർദ്ധസത്യത്തിന് സത്യമാണ് എന്ന് നടിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നു. നമ്മൾ വളരെ കരുതിയിരിക്കേണ്ടത്. അതുകൊണ്ട് അത് വേറെ ഒരാളുടെ പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും അവനവന്റെ പ്രശ്നമായിട്ട് എടുക്കണം. എന്താ കാരണം വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും സമ്മർദ്ദത്തിന്റെ പേരിലോ എന്തെങ്കിലും പ്രലോഭനങ്ങളിൽ വഴങ്ങിയോ നമ്മൾ അസത്യം പറഞ്ഞു പോകുന്നുണ്ടോ, അർദ്ധസത്യം പറഞ്ഞു പോകുന്നുണ്ടോ, അസത്യമോ അർദ്ധസത്യമോ കാണുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും നമ്മളെ തന്നെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ സത്യസന്ധമായ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇത് എന്നോടും നിങ്ങളോടുമുള്ള ഒരു അപേക്ഷയായിട്ടാണ് ഞാൻ പറയുന്നത്, ഉപദേശമായിട്ടല്ല. സത്യം പാലിക്കണം എന്ന് ഉപദേശിക്കാൻ എനിക്കെന്താണ് അർഹത ഞാൻ എപ്പോഴും ആലോചിക്കും. പക്ഷേ ഞാൻ ഈ
ആളുകളുടെ ജീവിതത്തെപ്പറ്റി എന്നെ കൊണ്ടാവുമ്പോൾ ചിലത് മനസ്സിലാക്കുകയും അതിൻ്റെ ചില സദ്ഫലങ്ങൾ നാട്ടിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴും അത് വീട്ടിൽ നമുക്കറിയാം. അതായത് നിങ്ങൾ ഓർത്തിരിക്കുക, ഒരു ഫോൺ വരുമ്പോൾ ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക് എന്ന് മകനോടൊരു അച്ഛൻ പറഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ മകനെ സത്യം എന്താണ് എന്ന് പഠിപ്പിക്കാൻ ആ അച്ഛന് സാധിക്കില്ല. നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ നമ്മൾ സത്യം പാലിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞിട്ടാണ്. അത് കേട്ട് പഠിക്കാൻ പറ്റില്ല, അത് കണ്ടറിയാണ്. അതുകൊണ്ട് നമ്മുടെ സത്യസന്ധതയില്ലായ്മ നമ്മുടെ വീടിനെയും നമ്മുടെ പ്രസ്ഥാനത്തെയും നമ്മുടെ സൗഹൃദത്തെയും ഒക്കെ ബാധിക്കും. അത് ഏറ്റവും വലിയ പിശാചാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. വളരെ ക്ഷമാപൂർവം ഈ പ്രസംഗം കേട്ടിരുന്നവർക്കും ഇനി ഇത് കേൾക്കാൻ പോകുന്നവർക്കും വളരെ നന്ദി. എനിക്ക് ഇവിടെ കിട്ടിയ ചോദ്യങ്ങളിലേക്ക് വരാം. അജിത്തിന്റെ ചോദ്യം ആണ്, വാർ ഓൺ ദ ട്രൂത്ത്, കൊറോണ വൈറസ്, ഇതാണ് മാധ്യമ ലോകം നേരിടുന്ന വെല്ലുവിളി. എനിക്ക് ഈ ചോദ്യം എന്താണ് എന്ന് നിർഭാഗ്യവശാൽ മനസ്സിലായില്ല. മനു ആർ കുമാർ, മാഷേ, ഈ മതങ്ങളുടെ പ്രാധാന്യം കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ യുക്തിരഹിതമായി ശാസ്ത്രവിരുദ്ധമായി ആളുകൾ പെരുമാറുമ്പോൾ ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവർ പിൻവാങ്ങും. ഇപ്പോൾ ആ ഒരു ഘട്ടമാണ് ഈ കൊറോണ. ഇപ്പോൾ ആരും കൃപാസനം പത്രം കൊണ്ട് പ്രയോജനം ഉണ്ടെന്നോ, പോട്ടയിൽ ധ്യാനം കൂടിയാൽ മതിയെന്നോ, അമൃതാനന്ദമയിയുടെ അനുഗ്രഹം കിട്ടിയാൽ മതിയെന്നോ, മുഹമ്മദ് നബിയുടെ തലമുടിയിട്ട വെള്ളം കുടിച്ചാൽ മതിയെന്നോ ആരും പറയില്ല. കുട്ടിച്ചാത്തൻ സേവ കൊണ്ട് കാര്യമുണ്ടെന്ന് ആരും പറയില്ല. അപ്പോൾ ഇത്തരം ആത്യന്തിക ഘട്ടങ്ങളിൽ ജനങ്ങൾ ഇത് മനസ്സിലാക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ അത് മറന്നും പോകും. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഒരു ഉദാഹരണമാണ് നെതർലാൻഡ്സ്, അല്ലെങ്കിൽ നോർവേ, അല്ലെങ്കിൽ സ്വീഡൻ. അവിടെയൊക്കെ ഞങ്ങൾക്ക് മതമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരിക. കാരണം സമ്പത്തുണ്ട്, സമൃദ്ധിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, യുക്തിബോധമുണ്ട്, ശാസ്ത്രീയ പരിജ്ഞാനമുണ്ട്, ശാസ്ത്രീയ ബോധമുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിലിപ്പോൾ വാർദ്ധക്യം, ജരാതരകൾ, മരണം, അപകടം, ഭാഗ്യനിർഭാഗ്യങ്ങൾ, ഇതൊക്കെ ഉള്ള കാലം വരെ ഒരു ചെറിയ പരിധിക്കപ്പുറം നമുക്ക് പെട്ടെന്ന് സമൂഹമാവാൻ സാധിക്കില്ല. പക്ഷേ ലോകം മുന്നേറുന്നത് അങ്ങോട്ടാണ് എന്നാണ് എൻ്റെ വിചാരം. പിന്നെ അരവിന്ദ് രവീന്ദ്രൻ്റെ ചോദ്യം, സർ, ഗവൺമെൻറ് നയങ്ങൾ സത്യത്തിനുമപ്പുറം ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? സത്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഭരണ സംവിധാനമാണെങ്കിൽ നയങ്ങളെല്ലാം യുക്തിഭദ്രം ആയിരിക്കില്ലേ? അതായത് ഗവൺമെന്റ് തീർച്ചയായിട്ടും അരവിന്ദ് ചോദിക്കുന്ന മാതിരി യുക്തിക്കും ശാസ്ത്രീയ ബോധത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ചില സമയത്ത് നമ്മൾ ജനങ്ങൾക്കൊരു മനസ്സൊരുക്കത്തിന് സമയം കൊടുക്കേണ്ടി വരും. ഉദാഹരണം പറഞ്ഞാൽ, ഈ ശബരിമല ക്ഷേത്രത്തിൽ കയറാൻ ഏത് പ്രായമുള്ള സ്ത്രീക്കും അവകാശമുണ്ട് എന്ന് സുപ്രീം കോടതി വിധിച്ചു. അപ്പോൾ പിറ്റേന്ന് അത് നടപ്പാക്കും എന്ന് ഗവൺമെന്റ് പറഞ്ഞത് ശരിയായില്ല എൻ്റെ അഭിപ്രായം. ഞാൻ അതിന് അനുകൂലം. അപ്പോൾ അത് ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കി. അപ്പം സുപ്രീം കോടതിയോട് ആകെ പറയേണ്ടത് എന്താണ്, ഞങ്ങൾക്ക് ഇതിന് ഇത്ര ആഴ്ച സമയം തരണം എന്ന് പറഞ്ഞ് അങ്ങനെ. അതിപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ക്ഷേത്രപ്രവേശന വിളംബരം 36 വന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം തുറന്നു കൊടുത്തത് 48 12 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അത്രയൊന്നും സമയം വേണ്ട, ഇപ്പം അത്രയും സമയം വേണ്ട. അപ്പം അങ്ങനെ നമ്മൾ ജനങ്ങളുടെ വൈകാരിക പ്രതികരണങ്ങളെ നമ്മൾ വിലവെക്കണ്ട. പക്ഷെ അങ്ങനെ ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു നയം പാർട്ടികൾക്കും ഗവൺമെന്റും വേണ്ടതാണ്. അതുകൊണ്ട് പിന്തിരിപ്പന്മാർക്ക് കീഴടങ്ങണമെന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ആചാര ലംഘനം തന്നെയാണ് രാഷ്ട്രീയം, ആചാര ലംഘനം തന്നെയാണ് ജനാധിപത്യം, ആചാര ലംഘനം തന്നെയാണ് നവോത്ഥാനം, അല്ലാതെ ആചാര സംരക്ഷണമല്ല. അപ്പൊ ആചാരം സംരക്ഷിക്കാനല്ല, ആചാരം ലംഘിക്കാൻ. ഇപ്പൊ ഇവിടെ അയിത്തം ഇവിടുത്തെ ആചാരമായിരുന്നില്ലേ? അയിത്തം ഇവിടുത്തെ ആചാരമായിരുന്നു. 47 സ്വാതന്ത്ര്യം കിട്ടി. അയിത്തം പൂർണ്ണമായി നിരോധിക്കുന്നത്, ക്രിമിനൽ കുറ്റമാക്കുന്ന നിയമം വന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 55-ലാണ്. ഹിന്ദു കോഡ് ബില്ല് വരുമ്പോഴാണ് വരുന്നത്.
അപ്പം അങ്ങനെ നമ്മൾ കുറച്ചൊരു സമയം കൊടുക്കണം. പിന്നെ അവരെ പ്രബോധനം നടത്തണം. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഈ എന്താണ് കുടുംബാസൂത്രണം വന്നപ്പോൾ അത് ബലം പ്രയോഗിച്ച് നടപ്പാക്കാൻ പോയി ആര്? അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ അന്ന് ഇന്ദിരാഗാന്ധിയുടെ രണ്ടാമത്തെ മകൻ സഞ്ജയ് ഗാന്ധി. വലിയ പ്രശ്നം ഉണ്ടായി. കേരളത്തിൽ ഒരു ബലപ്രയോഗം ഉണ്ടായില്ല. കേരളത്തിൽ അത് നടപ്പായി. 69-70 വലിയ ബഹളമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ആ ബഹളം ഉണ്ടാക്കിയ ആൾക്കാർ, എതിർത്ത ആൾക്കാരെന്നെ മറന്നുപോയി. അത് ക്രിസ്ത്യാനികൾ വലിയ പ്രശ്നമായിട്ട് ഉന്നയിച്ചു, മുസ്ലിങ്ങൾ വലിയ പ്രശ്നമായിട്ട് ഉന്നയിച്ചു. ഇപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ജനങ്ങളുടെ മനഃപരിവർത്തനം എന്നുള്ള ഒരു കാര്യത്തിന് കുറച്ച് സമയം നമ്മൾ കൊടുക്കണം. പക്ഷേ അറബിയിലുള്ള രാമായണത്തെ പറ്റി 2 വാക്ക് പറയാമോ? അറബിയിലുള്ള രാമായണത്തിന്റെ പേര് ഫി ഗാബത്തി ഷയാത്തീൻ. അതിന്റെ അർത്ഥം ചെകുത്താന്മാരുടെ കാട്ടിൽ നിന്നാണ്. അത് എഴുതിയത് ഈജിപ്തുകാരനായ കാമിൽ കൈലാനി എന്നുള്ള പണ്ഡിതനാണ്. അതൊരു ഗദ്യകൃതിയാണ്. അതിൽ രാമായണം മുഴുവനില്ല. രാമായണത്തിന്റെ ഒരു സംഗ്രഹീത അഡ്ബിറ്റഡ് എഡീഷനാണ്. അതിൽ ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളാണ് രാമൻ. അതിൽ സീതാപരിത്യാഗമില്ല. അതുപോലെ ബാലി എല്ലാ കുറ്റങ്ങളും ചെയ്യുന്ന ഒരാളായിട്ടാണ് അതിനകത്തുള്ളത്. അതായത് ബാലിയാണ് സുഗ്രീവന്റെ രാജ്യം തട്ടിയെടുക്കുന്നതും സുഗ്രീവന്റെ പത്നിയെ മോഷ്ടിക്കുന്നതൊക്കെ. അങ്ങനെ ഒരു കുറ്റവും ഇല്ലാത്ത, വാൽമീകി രാമായണത്തിൽ പോലും പറഞ്ഞ കുറ്റങ്ങൾ ശംഭുകവധം അതിനകത്തില്ല. അങ്ങനെ ഒരു സാധനമാണ് അറബിയിലെ നെഹ്റുവാണ് ഇന്ത്യയെ ഇങ്ങനെ ആക്കിയത് എന്ന പ്രചരണത്തെ മാഷ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇങ്ങനെ ആക്കിയെന്ന് ഹരികൃഷ്ണൻ ഉദ്ദേശിക്കുന്നത് നന്നായിട്ടെന്നാണോ ചീത്തയായിട്ടെന്നാണോ എനിക്ക് മനസ്സിലായില്ല. ഞാൻ നെഹ്റുവിനെ അനുകൂലിക്കുന്ന ഒരാളാണ്. നെഹ്റു മഹാനായ ഒരു രാഷ്ട്ര നേതാവാണ് എന്ന് വിചാരിക്കുന്ന ആളാണ്. അദ്ദേഹം 17 കൊല്ലം തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യ ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും പേരിൽ തമ്മിൽ തച്ച് പിരിയുന്നാണ് എല്ലാവരും വിചാരിച്ചത്. ഉദാഹരണം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ചർച്ചിൽ ഉന്നയിച്ച വാദതാണ്. എങ്ങനെയാണ് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക? ഇത്ര കോടി ആളുകളുണ്ട്, ഇത്ര വലിയൊരു സ്ഥലം, ഇത്ര വലിയൊരു രാജ്യം. അവർക്കാണെങ്കിൽ പല ഭാഷകൾ, പല മതം, പല ജാതിയൊക്കെ എന്ത് പ്രശ്നമാകും? അവർ തമ്മിൽ തച്ച് പിരിയും. അങ്ങനെ തമ്മിൽ തച്ച് പിരിയാതെ ഈ രാഷ്ട്രം നിലനിന്നത് എൻ്റെ കണക്കിന് നെഹ്റു ആയതുകൊണ്ടാണ്. എന്താ കാരണം? നെഹ്റു ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് നിശ്ചയമില്ല എന്ന് പറയുന്ന ഒരു അഗ്നോസ്റ്റാണ്. ചിലർ പറയുന്നത് അദ്ദേഹം നിരീശ്വരവാദിയാണ്. എനിക്ക് മനസ്സിലായത് ഏതായാലും അദ്ദേഹത്തിന് മതമല്ല. അദ്ദേഹം സന്യാസിമാരെയോ പുരോഹിതന്മാരെയോ തൻ്റെ 7 അയലത്ത് അടുപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് മതക്കാരെ പ്രീണിപ്പിക്കുന്ന പണി ഒരു നിവൃത്തിൻ്റെ അദ്ദേഹം എടുക്കില്ല. അതുകൊണ്ട് അനവധി കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോയി. ഇവിടെ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തുന്ന ഒരു രാഷ്ട്രീയം ഈ അടുത്ത കാലം വരെ ഒരു 10-50 കൊല്ലം നെഹ്റു നാട് ഭരിച്ചതിൻ്റെ പല സദ്ഫലങ്ങളുണ്ടായി. ആ സദ്ഫലങ്ങളിൽ ചിലത് ഇല്ലാതെ ആക്കിയത് വല്ലവരുമല്ല, അദ്ദേഹത്തിൻ്റെ പുത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അതുകൊണ്ട് നെഹ്റു ഉണ്ടാക്കിയപ്പോൾ ഒരൊറ്റ കാര്യം എടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദു കോഡ് ബില്ല്, അത് ഇവിടുത്തെ കോൺഗ്രസിനകത്തെ വലിയ നേതാക്കന്മാർ മുഴുവൻ എതിരായിരുന്നു. അംബേദ്കറാണ് ആ ബില്ല് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത്. അത് പാസ്സാക്കാൻ നെഹ്റുവിന് സാധിക്കുന്നില്ല എന്നായപ്പോൾ ശുണ്ടി എടുത്തിട്ട് അംബേദ്കർ രാജിവെച്ച് പോയി. പക്ഷെ അംബേദ്കർ രാജിവെച്ച് പോയിട്ടും നെഹ്റു പിന്നീട് പലരെയും കണ്ടുപിടിച്ച് ഇതുണ്ടാക്കി. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഈ അധികാരം കിട്ടുമ്പോൾ നെഹ്റു പ്രധാനമന്ത്രിയും വല്ലഭായ് പട്ടേൽ ഉപപ്രധാനമന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രിയും അദ്ദേഹം. അപ്പം അദ്ദേഹം പറഞ്ഞു, സോമനാഥ ക്ഷേത്രം നമ്മൾ പുതുക്കി പണിയണം. ആ ഒരു ഗവൺമെന്റ്. നെഹ്റു വെച്ച് എന്തായി പറയുന്നത്? ഒരു മതേതര രാജ്യമാണ് ഇന്ത്യ. ഫണ്ട് എടുത്തിട്ട് ഒരു ക്ഷേത്രം പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ പട്ടേലെ കണക്കാക്കിയില്ല. പട്ടേൽ അത് ഗവൺമെന്റിന്റെ പണം കൊണ്ട് പുതുക്കി. ഉദ്ഘാടനത്തിന് അന്നത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിനെ വിളിച്ചു. അപ്പൊ നെഹ്റു പറഞ്ഞു പോകാൻ പാടില്ല. ഇതൊക്കെ പരസ്യമാണ്. രാജേന്ദ്ര പ്രസാദ് പോയി. അപ്പൊ അതാണ് നെഹ്റുവിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നെഹ്റുവിന്റെ ചരിത്രത്തെ തമസ്കരിക്കാനുള്ള പണികളാണ് മോദി ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ 3000
കോടി രൂപ ചെലവാക്കിയിട്ട് അഹമ്മദാബാദിൽ സ്ഥാപിക്കുന്നത് ചെറിയ കാര്യമാണ്. അതായത് RSSകാരനോ ഹിന്ദു വർഗീയവാദി ഒന്നുമല്ല വല്ലഭായ് പട്ടേൽ. എന്താ വല്ലഭായ് പട്ടേൽ ചെയ്തത്? 48 ഗാന്ധി വധിക്കപ്പെട്ടപ്പോൾ RSSനെ നിരോധിച്ചത് വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹമാണ് നിരോധന ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്കാ അതിന് അധികാരം. അപ്പോൾ നെഹ്റു ഒന്നുമല്ല. അപ്പോൾ വല്ലഭായ് പട്ടേൽ വിശ്വാസിയായിരുന്നു, ക്ഷേത്രവിശ്വാസിയായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നെഹ്റുവിൻ്റെ മേലെ വല്ലഭായ് പട്ടേലിനെ സ്ഥാപിക്കണം എന്ന് ഇപ്പോഴത്തെ BJP ഗവൺമെന്റിന് തോന്നുന്നത് നെഹ്റുവിൻ്റെ ഈ മതേതര ബോധം കൊണ്ടാണ്, ഈ ജനാധിപത്യ ബോധം കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ നന്നാക്കി എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയാണ്. അങ്ങനെ അല്ല, അപ്പോൾ ചോദ്യത്തിൽ ഇത് വ്യക്തമല്ലെന്ന് പറഞ്ഞ് അങ്ങനെ അല്ലെങ്കിൽ ഞാൻ നെഹ്റുവിനെ അങ്ങേയറ്റം ആദരിക്കുന്ന ഒരാളാണ്. നിസാം ചോദിക്കുകയാണ്, ഗാന്ധിയിൽ വിമർശിക്കേണ്ട ചിലതുണ്ട്, പക്ഷേ ഇന്ന് ഒരു വിഭാഗം ആളുകൾ വിമർശനങ്ങൾ ചൂണ്ടി അദ്ദേഹത്തിലെ ശരികളെ തള്ളിക്കളയുന്നുണ്ട്. ഈ സത്യാന്തര കാലഘട്ടത്തിൽ ഗാന്ധി എത്രമാത്രം? നിസാം, ഒരു കാര്യം വളരെ ലളിതം, വിമർശനത്തിന് അതീതരായിട്ട് ആരുമില്ല. ഗാന്ധിയെ നമ്മൾ വിമർശിക്കാൻ വേണ്ടത്, തീർച്ചയായിട്ടും ഗാന്ധിയിൽ ധാരാളം ശരികളുണ്ട്, ഗാന്ധിയിൽ ധാരാളം തെറ്റുകളുണ്ട്. ആ തെറ്റുകളെ വിമർശിക്കുകയും തള്ളിക്കളയുകയും ചെയ്യാം, ആ ശരികളെ സ്വീകരിക്കാം. ഞാനിപ്പോൾ അതിന് ഓരോന്നിനോരോ ഉദാഹരണം പറയാം. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ത്രീകളെ രംഗത്തിറക്കിയ ഗാന്ധിയാണ്. അതിനുമ്പോൾ അങ്ങനെ ഒരു ആശയം തന്നെ ഇല്ല. അപ്പം അതിന് തെളിവ് അദ്ദേഹത്തിൻ്റെ ഭാര്യ എല്ലാ സമരത്തിലും ഉണ്ടായിരുന്നു. 42 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയി ആ ജയിലിൽ കിടന്നിട്ടാണ് 1944 കസ്തൂർബ ഗാന്ധി മരിച്ചുപോയത്. ആലോചിച്ചു. അപ്പം അന്ന് രംഗത്തിറങ്ങിയിരുന്ന ചില സ്ത്രീകളുണ്ട്, സരോജിനി അല്ലെങ്കിൽ സുശീല നയ്യാർ അല്ലെങ്കിൽ കമലാ നെഹ്റു, നെഹ്റുവിൻ്റെ ഭാര്യ, ഒക്കെ ഗാന്ധി രംഗത്ത് കൊണ്ടുവന്നതാണ്. മീരാബെൻ എന്ന് പറഞ്ഞൊരു മദാമയെ അദ്ദേഹം രംഗത്തിറക്കി. അപ്പം അങ്ങനെ സ്ത്രീകൾ, ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം ഞാൻ പറഞ്ഞു മനസ്സിലാവും. 40കളുടെ തുടക്കത്തിൽ അദ്ദേഹം പറയാണ്, ഇന്ത്യയിലെ ഏത് നഗരത്തിലും ഏത് ഗ്രാമത്തിലും ഏത് സമയത്തും ഏത് സ്ത്രീക്കും ഒറ്റയ്ക്ക് യാത്രയാവുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ സ്വതന്ത്രമായി എന്ന് ഞാൻ പറയുകയുള്ളൂ എന്നാണ്. അപ്പം ഗാന്ധി പിന്തിരിപ്പനാണ്, യാഥാസ്ഥിതികനാണ്, മൂരാച്ചിയാണെന്നൊക്കെ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇത് വസ്തുതയാണ്, ഈ സ്ത്രീയെ രംഗത്തിറക്കുന്നത്. ഇതേ ഗാന്ധി തന്നെ വർണ്ണത്തെപ്പറ്റിയും ജാതിയെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് തെറ്റുപറ്റുന്നുണ്ട്. അപ്പോൾ അംബേദ്കറുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജാതിയെപ്പറ്റിയുള്ള സംഭാഷണങ്ങളിൽ, ഡിബേറ്റ്സിൽ ഗാന്ധി പലപ്പോഴും അമ്പരക്കുകയും പലപ്പോഴും ഉത്തരം മുട്ടുകയും ചെയ്യുന്നുണ്ട്. എന്താ കാരണം? അംബേദ്കറുടെ അനുഭവമാണത്. ഗാന്ധി വൈശ്യകുലത്തിൽ പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിന് അത്തരം പീഡനങ്ങളൊന്നും അങ്ങനെ വേണ്ടി വരില്ല. അദ്ദേഹത്തിൻ്റെ മേലെ ക്ഷത്രിയനും ബ്രാഹ്മണനും ഉണ്ട്. പക്ഷെ അദ്ദേഹം പോർബന്തറിലെ പ്രധാനമന്ത്രി ദിവാനായിരുന്ന കാബ ഗാന്ധിയുടെ മകനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഗാന്ധി ജാതിയെ പറ്റി പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം, അല്ലെങ്കിൽ അതിനെ പരിഷ്കരിക്കാം. സ്ത്രീയെ പറ്റി പറഞ്ഞ് നമ്മൾ എടുത്തേ പറ്റുള്ളൂ. അഹിംസയെ പറ്റി പറഞ്ഞത് അംബേദ്കറും സ്വീകരിക്കുന്നതാ. റാം മനോഹർ ലോഹിയോ അംബേദ്കറും ഒക്കെ അഹിംസയെ അംഗീകരിച്ചിരുന്നു. അഹിംസ എന്നുള്ളത്, സത്യം എന്നുള്ളതൊക്കെ ഗാന്ധിയിൽ നിന്ന് നമുക്ക് സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ്. തള്ളിക്കളയേണ്ട നമുക്ക് തള്ളിക്കളയാം. ഇപ്പോൾ ബീഹാറിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഗാന്ധി പറഞ്ഞു അവിടെ ആളുകൾ ഐത്തം പാലിച്ചിട്ടാണ് ഭൂകമ്പം ഉണ്ടായത്. അതിപ്പോൾ ഗാന്ധി പറഞ്ഞാലും അസംബന്ധമാണ്. കാരണം പ്രകൃതിയിൽ ഇങ്ങനെ ഒരു നിയമം പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഗാന്ധിയെ ചർച്ച ചെയ്യുക, ഗാന്ധിയെ വിമർശിക്കുക, ഗാന്ധിയെ ബഹുമാനിക്കുക. ബഹുമാനിക്കുന്നത് കൊണ്ട് വിമർശിക്കാൻ പാടില്ല എന്നില്ല, വിമർശിക്കുന്നത് കൊണ്ട് ബഹുമാനിക്കാൻ പാടില്ല എന്നല്ല. അങ്ങനെ പൂർണ്ണമായി തെറ്റുകുറ്റങ്ങൾ തീർന്ന ആരുമില്ലെന്നേ ഗാന്ധി തന്നെ ആത്മകഥയിൽ പറഞ്ഞൊരു പ്രധാന കാര്യം. ഇതൊക്കെ ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ സ്വീകരിക്കരുത്, നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കുക, അല്ലാതെ ഞാൻ പറയുന്നത് സ്വീകരിക്കുക എന്ന് ഗാന്ധിക്ക് ഒരു നിലപാട് ഒരിക്കലുമില്ല. പിന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ മക്കള്, ഭാര്യ, സഹപ്രവർത്തകർ, സെക്രട്ടറിമാർ, പാർട്ടിക്കാർ, പത്രക്കാർ ഒക്കെ അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു. ഗാന്ധി വിമർശനം വളരെ പുഞ്ചിരിയോടുകൂടി നേരിട്ട ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുക എന്നുള്ളത് ഗാന്ധി വിരുദ്ധമായ ഒരു പണിയല്ല. ഗാന്ധി വിമർശനം ഗാന്ധി നിന്ദയല്ല. നമ്മൾ വിമർശിക്കണം, നമ്മൾ പഠിക്കണം, നമ്മൾ ഗാന്ധിയെ അവഗണിക്കരുത്.
ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു, മാഷേ നമ്മുടെ മഹാത്മാക്കളായ മനുഷ്യസ്നേഹികൾക്ക് ഒരു പിന്തുടർച്ചയില്ലാതെ പോകുന്നല്ലോ, പുതിയ തലമുറയോട് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ സത്യമായൊരു കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. ഇപ്പോൾ ഗാന്ധിയുടെയോ നെഹ്റുവിൻ്റെയോ അബുൽ കലാം ആസാദിൻ്റെയോ ഗാന മുഹമ്മദ് അബ്ദുറഹിമാൻ്റെയോ കെ പി കേശവൻ്റെയോ ഒരു തുടർച്ച നമ്മൾ എവിടെ കാണുന്നത്? ഇല്ല. അപ്പം അന്ന് ആ സമരത്തിൻ്റെ രീതിയെപ്പറ്റി അന്ന് അതിലൊക്കെ പങ്കെടുത്ത എൻ വി കൃഷ്ണമാരെ എഴുതിയ ഒരു കവിതയെ പറയുന്നുണ്ട്, അന്ന് ഈ രാജ്യം എങ്ങനെ, ഈ രാഷ്ട്രം എങ്ങനെ ഒറ്റ മനുഷ്യൻ പോൽ എഴുന്നേറ്റത് ഞാൻ കണ്ടല്ലോ എന്ന്. ഇവിടുത്തെ നിരക്ഷരരായ കോടിക്കണക്കിന് ആളുകൾ ഈ സ്വാതന്ത്ര്യം, സമത്വം തുടങ്ങിയുള്ള മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ്. അപ്പം അത്ര വലിയൊരു സമരം, അത്ര വലിയ നേതാക്കന്മാർ ഒന്നും ഇന്നില്ല ഉണ്ടോ? അപ്പം ഇതിൽ ഈ ശൈലജ ടീച്ചറെ ബഹുമാനിച്ച് വർത്തമാനം പറയുന്നതിൽ എന്തെങ്കിലും കുറ്റമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ ഒരാൾക്ക് നമ്മൾ വിമർശിക്കുമല്ലോ, വിമർശിക്കുന്ന ആളുകൾക്ക് അനുമോദിക്കേണ്ട കാര്യം കാണുമ്പോൾ അനുമോദിക്കാനുള്ള ചുമതലയുണ്ട്. നമ്മൾ നല്ലതിനെ നല്ലതാന്ന് പറയാം, ചീത്തയെ ചീത്തയെന്ന് പറയാം. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ എന്താണ് കലക്ടർ, മേയറും അതിപ്പോൾ ശ്രീറാം വെങ്കിട്ടരാമൻ്റെ മാതിരിയുള്ള ആളുകളുടെ കാര്യമാണെങ്കിൽ അത്തരം കടലാസ് പുലികളൊക്കെ വളരെ വേഗം വെളിച്ചത്ത് വരുന്നേ. ഈ ചീട്ടുകൊട്ടാരങ്ങളൊക്കെ പെട്ടെന്ന് ഇല്ലാതെയാവും. അപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരാളെ പറ്റി എന്തെങ്കിലും നല്ല കാണുമ്പോൾ ഉടനെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി വലിയ വാഴ്ത്തിപ്പാട്ടുണ്ടാക്കുക, എന്തെങ്കിലും ചീത്ത കാണുമ്പോൾ ഉടനെ ചവിട്ടി താഴ്ത്തി കുഴിച്ചിടുക. ആ മട്ടിൽ അതിവാദങ്ങളിലേക്ക് പോകരുത്. സംസ്കൃതത്തിൽ പറയും അതി സർവത്ര വർജയെ, അധികമായാൽ അമൃതം വിഷം എന്ന് പറയും, അധികമാവണ്ട. പക്ഷെ നമ്മൾ കേരള ഗവൺമെൻറ് നമ്മൾ വിമർശിക്കുന്നു, വിമർശിക്കാൻ നമുക്ക് അവകാശമുണ്ട്. വിമർശിക്കാൻ അവകാശമുള്ള ആൾക്ക് അനുമോദിക്കേണ്ട ഘട്ടം വരും, അനുമോദിക്കാനുള്ള ചുമതലയുണ്ട്. അപ്പം ഇതുവരെ ആയിട്ട് കേരളത്തിൽ 3 പേരെ കൊറോണ രോഗം കൊണ്ട് മരിച്ചിട്ടുള്ളൂ, COVID-19 കൊണ്ട് മരിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ലോകത്തിൻ്റെ മുഴുവൻ അനുമോദനം നേടുമ്പോൾ നമ്മൾ ശൈലജ ടീച്ചറെ പറ്റി നല്ലത് പറയേ, പിണറായിയെ പറ്റി നല്ലത് പറയുകയും ചെയ്യുന്നതിലൊരു തെറ്റില്ല. പക്ഷേ നമ്മൾ കരുതിയിരിക്കണം. ആ ഓളത്തിൽ നമ്മൾ പോയിട്ട്, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ കൊറോണ ഭീതിയുടെ ഇടയ്ക്കാണ് 2 സംഭവങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ വന്നു. ഒന്ന്, ബഷീർ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ മരിക്കാനിടയാക്കിയ വണ്ടി ഓടിച്ച IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമൻ, അദ്ദേഹത്തെ പുനഃസ്ഥാപിച്ചു, പുനഃപ്രവേശനം കൊടുത്തു ഡിപ്പാർട്ട്മെന്റിൽ, അതും ആരോഗ്യ വകുപ്പിൽ. തെറ്റാണ്. കാരണം അദ്ദേഹത്തിന് വലിയ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സമയത്ത് ആരും അതൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്ത് തെറ്റാണ്. അത് ഗവൺമെന്റ് ചെയ്ത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു, പലരും പറഞ്ഞു, അത് പറയണം. ഇതുപോലെ പാനൂരിൽ ഒരു 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് വളരെ മോശമായി പെരുമാറിയ ഒരു അധ്യാപകനെ അറസ്റ്റ് ചെയ്യാൻ 1 മാസം വൈകി. അത് തെറ്റാണ് എന്ന് നമ്മളൊക്കെ പറഞ്ഞു, അത് പറയണം. അപ്പം അത് രണ്ടും കൂടിയാണ്. പക്ഷെ അത് പറയുമ്പോൾ വലിയൊരു പ്രശ്നത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. ആ തിരിച്ചറിവോടുകൂടി നമുക്ക് വിമർശിക്കാം. അപ്പോൾ ഞാൻ ആവർത്തിക്കുകയാണ്, അനുമോദിക്കുന്ന ആളുകൾക്ക് വിമർശിക്കാനുള്ള ചുമതലയുണ്ട്, വിമർശിക്കുന്ന ആളുകൾക്ക് അനുമോദിക്കാനുള്ള ചുമതലയുണ്ട്. അത് സന്ദർഭത്തിനും സാഹചര്യത്തിനനുസരിച്ച് അങ്ങനെ ചെയ്യണം. ജയകൃഷ്ണൻ, ട്രൂത്ത് ആൻഡ് ബ്യൂട്ടി ഇത് എങ്ങനെ പുതിയ ജനങ്ങളിൽ എത്തിക്കാൻ പറ്റും? ഇതിപ്പോ വളരെ സത്യവും സൗന്ദര്യവും. അപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ക്രിസ്തുവിനെ സങ്കല്പിക്കുക, അദ്ദേഹം വിരൂപനായ ഒരാളാണ് നിങ്ങൾ സങ്കല്പിക്കാൻ പറ്റില്ല. അല്ലെ ബുദ്ധനെ സങ്കല്പിക്കുക, നിങ്ങൾക്ക് പറ്റില്ല. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ കാഴ്ചയിൽ വളരെ സുന്ദരനായ, സൗന്ദര്യത്തെ പറ്റി നമുക്ക് ചില പൊതു മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പം തലമുടി, കണ്ണ്, നീളം, വണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വളരെ സുന്ദരനായ ഒരാൾ നിങ്ങൾക്ക് വളരെ സന്തോഷം അയാളെ കണ്ടത്. അയാൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്നു, നന്നായിട്ട് പെരുമാറുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ അയാൾ സുന്ദരനാണെന്നും യോഗ്യനാണെന്നും ഒക്കെ മനസ്സിലാക്കി വെച്ച സമയത്ത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാൾ നിങ്ങളോട് പറയുന്നു, അയാൾ രാവിലെ വർത്തമാനം കൊണ്ട് ദേഷ്യം പിടിച്ച പെറ്റ തള്ളയെ ചവിട്ടുന്ന ഒരാളാണ് അയാളെന്ന് അറിയുന്നതോടുകൂടി
പിന്നെ നിങ്ങൾക്ക് അയാൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് വിചാരിക്കാൻ പറ്റില്ല. എന്താ പറ്റിയത്? അയാളുടെ തലമുടിക്കോ അയാളുടെ നെറ്റിക്കോ മൂക്കിനോ കൈക്കോ കാലിനോ ഒരു വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ ബ്യൂട്ടി, സൗന്ദര്യം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് എന്നതിലധികം ആ വ്യക്തിത്വത്തിനുള്ളതാണ്. ക്ഷമിക്കണം, പിന്നെയും നെറ്റ് പോയി. ഇപ്പോൾ വളരെ ഞാനൊരു ഉദാഹരണം പറയാം. രണ്ട് സമുദായങ്ങൾ തമ്മിൽ കലാപം ഉണ്ടാക്കണം എന്ന ദുരുദ്ദേശത്തോടു കൂടി അങ്ങനെ അവർ രണ്ടു കൂട്ടരെയും അല്ലെങ്കിൽ ഒരു കൂട്ടരെ വാളെടുക്കാൻ പ്രേരിപ്പിക്കുന്ന മട്ടിൽ, അത്ര പ്രകോപനം ഉണ്ടാക്കുന്ന മട്ടിൽ ഒരാൾ പ്രസംഗിച്ചു. നമ്മളങ്ങനെ സങ്കല്പിക്കുക. നമ്മുടെ അടുത്തൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം നടത്തിയ ആള് നല്ല പണ്ഡിതനാണ്. അയാൾ നന്നായിട്ട് ഉച്ചരിക്കുന്നു. അയാൾ പാട്ടുകളും കഥ അയാൾ വളരെ വടിവോടുകൂടി ഇംഗ്ലീഷോ സംസ്കൃതമോ ഒക്കെ ഉച്ചരിക്കുന്നു. ആ പ്രസംഗം ഒരു നല്ല പ്രസംഗമാണ് നിങ്ങൾ പറയുക, അത് ചീത്ത പ്രസംഗമാണോ? അതിൻ്റെ രൂപം നല്ലതാണ്. കാരണം അയാൾ കൃത്യസമയത്ത് വന്നു, കൃത്യസമയം പാലിച്ച് പ്രസംഗിച്ചു, എല്ലാവർക്കും എല്ലാം വ്യക്തമായി മനസ്സിലായി. പക്ഷെ അതിൻ്റെ ഉദ്ദേശം ഒരു കൂട്ടരെ കൊണ്ട് വേറൊരു കൂട്ടർക്കെതിരായിട്ട് വാളെടുപ്പിക്കുകയാണ്, കലാപുണ്ടാക്കുക. അപ്പൊ അതിൻ്റെ ഉദ്ദേശം അസുന്ദരമാണ് എന്നതുകൊണ്ട് തന്നെ അതിന് സൗന്ദര്യമില്ല. എന്താ അത് ചീത്ത പ്രസംഗമാണ്. അപ്പോ അങ്ങനെ ഈ സത്യത്തിൽ നിന്ന്, നന്മയിൽ നിന്ന് സൗന്ദര്യത്തെ വേർതിരിക്കാൻ പറ്റില്ല. ഇപ്പോ ഞാൻ പറയാം, വലിയ അക്രമം കാണിച്ച ഒരാളാണ് ചെങ്കിസ് ഖാൻ, അല്ലെങ്കിൽ ഹിറ്റ്ലർ, അല്ലെങ്കിൽ മുസോളിനി, അല്ലെങ്കിൽ സ്റ്റാലിൻ. അപ്പൊ ഈ ആളുകളൊക്കെ സുന്ദരന്മാരാണ്, നല്ലവരാണ്. നിങ്ങൾ അവരുടെ ചിത്രം വരച്ചാലോ അവരെ സങ്കല്പിച്ചാലോ ഒക്കെ ഭീകരന്മാരായിട്ടും വിരൂപന്മാരായിട്ട് വരുള്ളൂ. നമ്മുടെ സിനിമയിലെ നാളുകളിലൊക്കെ അങ്ങനെയാണ്. വില്ലന്മാർക്ക് ഭംഗി ഉണ്ടാകുന്ന അപൂർവം. വില്ലന്മാർക്കൊക്കെ ഇപ്പം ഒ ചന്ദുമേനോന്റെ ഇന്ദുലേഖ, അദ്ദേഹത്തിന്റെ ശാരദ എന്നുള്ള പുസ്തകത്തിലൊക്കെ നല്ലവരായ ആളുകൾക്ക് സൗന്ദര്യമുള്ളൂ, ചീത്ത ആളുകൾക്ക്, വില്ലന്മാർക്കൊക്കെ അസുന്ദരമായ രൂപങ്ങളാണ്, അഭംഗിയുള്ള രൂപങ്ങളാണ്. അങ്ങനെയാണ് പൊതുവെ. ഇപ്പോൾ നമ്മുടെ സിനിമയിൽ KP ഉമ്മർ വില്ലനായിട്ട് അഭിനയിക്കുമ്പോഴാണ് കാണാൻ ഭംഗിയുള്ളൊരു വില്ലൻ ഉണ്ടാകുന്നത്. അതിനുമുമ്പ് GK പിള്ള അല്ലെങ്കിൽ കൊട്ടാരക്കര ഇവരൊക്കെയാണ് വില്ലന്മാരായിട്ട് വരിക, ജോസ് പ്രകാശ്, ഇങ്ങനെ. അപ്പോൾ ഒരു നായകന്റെ സൗന്ദര്യമുള്ള ഒരാള് വില്ലനായിട്ട് വരുന്നത് KP ഉമ്മറാണ്. അത് വളരെ, അപ്പൊ സത്യൻ രണ്ടും ചെയ്യും. സത്യൻ നായകനായിട്ടും അഭിനയിക്കും, വില്ലനായിട്ടും അഭിനയിക്കും. ഇപ്പൊ റൗഡി എന്നുള്ള സിനിമയിൽ സത്യൻ ഒരു വില്ലന്റെ സ്വഭാവമുള്ള നായകനാണ്. അങ്ങനെയുണ്ട്. അപ്പൊ പൊതുവെ സൗന്ദര്യത്തെയും സത്യത്തെയും ബന്ധിപ്പിച്ചാണ് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഇപ്പോ നമ്മള് സൗന്ദര്യം എന്ന് പറയുന്നത് മുഖത്ത് ഉള്ളതല്ല, മനസ്സിലുള്ളതാണെന്ന് പറയും. അപ്പോൾ നീതിബോധമില്ലാത്ത, സത്സന്ധതയില്ലാത്ത ഒരാൾക്ക് ഭംഗിയുണ്ട് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അതങ്ങനെയാണ്. അതാണ് ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു സുന്ദരനെ കാണുന്നു, അയാൾ അമ്മയെ ചവിട്ടുന്ന ആളാണ് എന്നായാല് പിന്നെ നിങ്ങൾക്ക് അത് അയാൾക്ക് ഭംഗി വിചാരിക്കാൻ പറ്റില്ല. മോഹൻ ഭാഗവതമാർ മാതൃഭൂമിയിൽ ഗാന്ധിക്ക് സ്മരണക്കുറിപ്പ് എഴുതുന്നത് സത്യാനന്തരതയാണോ? യാതൊരു സംശയമില്ല. അതായത് ഹിന്ദുത്വക്കാരാണ്, ഹിന്ദു രാഷ്ട്രവാദികളാണ്, അതിൽപ്പെട്ട ഒരാളാണ് ഗോഡ്സെ. അയാളാണ് ഗാന്ധിയെ വെടിവെച്ച് പോകുന്നത്. ആ കൂടെ ഉണ്ടായിരുന്ന ഉദാഹരണം നാരായൺ ആപ്തെ, അങ്ങനെ വേറെ ആളുടെ അവരൊക്കെ ഒന്നുകിൽ ജീവപര്യന്തം തടവിന് വിധിക്കുക അല്ലെങ്കിൽ ആ കൂടെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തില് മോഹൻ ഭാഗവത് ആയിട്ടും ഈ ഗാന്ധിയുടെ പാരമ്പര്യം തട്ടിയെടുക്കാനും പുതിയ തലമുറയിൽ ഭയങ്കരമായി ആശയകാലുഷ്യം, കൺഫ്യൂഷൻ ഉണ്ടാക്കാനോ. അപ്പോൾ അതിന് ആദ്യം മറുപടി എഴുതിയ ഞാനാണ്. അതിന് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. സംഘപരിവാറിനും എന്ന് പറഞ്ഞാൽ ഹിന്ദു മഹാസഭ, RSS, ബജരംഗ് ദൾ, അങ്ങനെ കുറേ സംഘടനകളുണ്ട്. ഒക്കെ പേര് മാറൊക്കെ ആശയം ഒന്ന് തന്നെ, ചില ആളുകളൊക്കെ മാറ്റണം. ഗാന്ധിയും അവരും പറഞ്ഞ ഒന്നിനാണെങ്കിൽ എന്തിനാണ് ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ച് കൊന്നത്? എന്തിനാണ് ഗോഡ്സെ സ്വയം ബലി കൊടുത്തത്? മറുപടി ഞാൻ കേട്ടിട്ടില്ല.
അതുകൊണ്ട് അതൊക്കെ അവരുടെ, അതായത് ഫാസിസത്തിന്റെ രീതി അങ്ങനെയാണ്. ഞാനിപ്പോൾ നേരത്തെ ഹിറ്റ്ലറുടെയും അദ്ദേഹത്തിന്റെ മന്ത്രി ഗീബൽസിന്റെ ഒക്കെ കഥ ഞാൻ പറഞ്ഞു. കള്ളം പറയാൻ, അപ്പോൾ അധികാരം നേടാനും അധികാരം നിലനിർത്താനും കള്ളം പറയാന്നുള്ളത് പൊതുവെ രാഷ്ട്രീയക്കാരുടെ രീതിയാണ്. അതിൽ ഫാസിസം, ഏകാധിപത്യം എന്ന് പറയുന്നത് അത് മറ്റൊന്നും അംഗീകരിക്കില്ല, അതങ്ങോട്ട് പറയാണ്. ഇപ്പോൾ ഗാന്ധി എന്തിന്റെ പ്രതിനിധിയായിരുന്നു എന്ന് ചോദിച്ചാൽ ഹിന്ദു രാഷ്ട്രവാദത്തിന്റെ എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അത് പറയാൻ അവർക്കൊരു മടിയില്ല. ഹരികൃഷ്ണൻ ചോദിച്ചു, എം.എൻ. കാരശ്ശേരി ഇസ്ലാമോഫോബിക് കാണുന്ന മതവാദികളുടെ പ്രചരണത്തിലെ സത്യാനന്തരതയെ എങ്ങനെ നോക്കിക്കാണുന്നു? എനിക്ക് ഭയങ്കര തമാശ എന്താ വെച്ചാല്, ഇവരീ പറയുന്നത് എം.എൻ. കാരശ്ശേരി എന്താ ചെയ്യുന്നത്, അയാളെ കൊണ്ടാവുമ്പോൾ അയാൾ ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ മത നിയമങ്ങളിൽ ഉണ്ട് എന്ന് അയാൾ വിചാരിക്കുന്ന ചില അനീതിയെയോ അക്രമത്തെയോ എതിർത്ത് പറയുന്നു. പിന്നെ മതരാഷ്ട്രവാദം എന്നുള്ളത് ഹിന്ദുവിന്റെ പേരിൽ പറഞ്ഞാലും മുസ്ലിമിന്റെ പേരിൽ പറഞ്ഞാലും ഒരേപോലെ ജനാധിപത്യ വിരുദ്ധമാണ് എന്നും നീചമാണ് എന്നും മനുഷ്യത്വ വിരുദ്ധമാണെന്ന് പറയുന്നു. മതഭീകരവാദത്തെ കാരശ്ശേരി അയാളെ കൊണ്ടാവും പോലെ എതിർക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നോക്കാം. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ നോക്കിയാൽ മതി, സ്ത്രീ പുരുഷ സമത്വം എന്നൊരാശയത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. എന്താ കാരണം? ഞാൻ ജനാധിപത്യവാദിയാണ്. ജനാധിപത്യവാദിക്ക് സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡറും തുല്യമാണെന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ട്രാൻസ്ജെൻഡറിന്റെ കാര്യം അത്ര പ്രധാനമല്ല നമ്മുടെ നാട്ടിൽ ഇന്നത്തെ സാഹചര്യം. നമ്മൾ അത് മാറ്റി വെക്കുക, സ്ത്രീ പുരുഷ സമത്വം പറയാം. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാനാണ് എൻ്റെ അറിവിൽ ആദ്യമായി ലേഖനം എഴുതുന്നത്. അത് ഇന്നും നെയ്യൊന്നല്ല, 1986. എന്താ ആ കൊല്ലത്തിന്റെ വിശേഷം? ആ കൊല്ലത്തിന്റെ വിശേഷം പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചിട്ട് 50 കൊല്ലമായി അപ്ലൈക്ക്. ആ 50-ാം കൊല്ലത്തിൽ മാതൃഭൂമി വീക്കിൽ വന്ന കവർ സ്റ്റോറിയാണിത്, ക്ഷേത്രപ്രവേശനത്തിലെ സ്ത്രീ പർവ്വം എന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാൻ ആ ലേഖനത്തിൽ മുസ്ലിം വിഭാഗത്തിലെ സുന്നി കക്ഷികൾക്കിടയിലുള്ള പള്ളികളിലൊന്നും സ്ത്രീകൾക്ക് പ്രവേശനം കാര്യം പറഞ്ഞത്. അപ്പോ ഞാനൊരു സമത്വവാദി ആയതുകൊണ്ട്, സ്ത്രീ പുരുഷ ലിംഗ സമത്വത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, ഞാൻ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രായഭേദം കൂടാതെ പ്രവേശനം വേണമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സുന്നി പള്ളികളിൽ വെള്ളിയാഴ്ച കൂട്ടുപ്രാർത്ഥനയ്ക്ക് പെണ്ണുങ്ങൾ പ്രവേശനം വേണം. അപ്പോ ശബരിമല കാര്യം പറയുമ്പോൾ ആരാണ്? ഞാൻ മതേതരവാദിയാണ്. മുസ്ലിം പള്ളിയിലെ കാര്യം പറയുമ്പോൾ ഞാൻ ആരാണ്? ഞാൻ ഇസ്ലാമിനോട് വിരോധ ഭ്രാന്തുള്ള ഇസ്ലാമോഫോബിക്കാണ്. എങ്ങനെയുണ്ട് വാദം? നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പോ കൽബുർഗിയെ കൊന്നപ്പോ അതിനെതിരായിട്ട് മാതൃഭൂമിയിൽ ആദ്യം ലേഖനം എഴുതിയ ഞാനാണ്. എന്താ അത്? അതേ യുക്തിവാദിയാണ്. അദ്ദേഹത്തെ കർണാടകയിലെ സംഘപരിവാർ കൊന്നു കളഞ്ഞു. അത് കഴിഞ്ഞൊരു മാസം കഴിയുമ്പോൾ കോയമ്പത്തൂരിൽ ഉക്കടം ബസ് സ്റ്റോപ്പിനടുത്ത് ഫാറൂഖ് എന്നു പേരായ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ അയാൾ യുക്തിവാദിയായതിന്റെ പേരിൽ, നിരീശ്വരവാദിയായതിന്റെ പേരിൽ അയാളുടെ കൂട്ടുകാരും അയൽക്കാരും കൂടി വെട്ടിക്കൊന്നു. അതിവിടെ വാർത്ത വന്നില്ല. എന്താ കാരണം? ആ വാർത്ത ഇവിടുത്തെ ഒരു മാധ്യമവും കൊടുക്കൂല. എന്താ കാരണം? കാരണം പല പാർട്ടിക്കാർക്കും പല പത്രങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്ക് എതിരാണത്. ഞാൻ ആ സംഭവം അറിഞ്ഞിട്ട് അവിടെ പോയി മടങ്ങി വന്നിട്ട് ഇവിടുത്തെ ഒരു ടെലിവിഷന്റെ ഒരു പ്രധാന സ്ഥാനത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു. ഞാൻ ഇങ്ങനെ സംഭവം അറിഞ്ഞിരുന്നു. ഇല്ല മാഷെ, കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ വിഷമത്തിലിരിക്കുമ്പോൾ മാതൃഭൂമി എന്നെ വിളിച്ചു, ഒരു ലേഖനം വേണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അതവിടെ കേട്ടെ, ഇങ്ങനെ സംഭവം. അയ്യോ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ ആ വീട്ടിൽ പോയി അതിന്റെ എല്ലാ വിശദാംശങ്ങളും എൻ്റെ അടുത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മയിൽ നിന്നൊരു ഫോട്ടോ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഞാനൊരു ലേഖനം ഈ വിഷയത്തെ പറ്റി തന്നാൽ നിങ്ങൾ കൊടുക്കുമോ? മാഷ് അയക്കി നോക്കാന്ന് പറഞ്ഞു. 2 ദിവസം ഞാൻ ഒരു ലേഖനം കൊടുത്തു. അപ്പൊ കൽബുർഗിയെ കൊന്നതിനെ പറ്റി ലേഖനം എഴുതുമ്പോൾ ഞാൻ മതേതരവാദിയാണ്. ഫാറൂഖിനെ കൊന്നതിനെ ലേഖനം എഴുതുമ്പോൾ ഞാൻ ഇസ്ലാമോഫോബിക്കാണ്. എന്താ കാര്യം? വളരെ ലളിതമാണ്. മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും അന്യായം അക്രമമൊക്കെ നടക്കുമ്പോൾ അത് നമ്മൾ ഒന്നുകിൽ അതിനെ അനുകൂലിക്കുക, അല്ലെങ്കിൽ മൗനം കൊണ്ട് അനുവദിക്കുക. എനിക്കിത് രണ്ടും വയ്യ. അപ്പൊ ഇവർ പറയുന്നൊരു വാദം,
അതായത് ഇവിടുത്തെ ചില പക്ഷക്കാർ ചില മതമൗലികവാദികൾ പറയുന്നതാണ് ഇവിടെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്. മുസ്ലിങ്ങൾ ന്യൂനപക്ഷം അല്ലാതായിട്ട് ഇത് പറയാൻ പറ്റുമോ? നമുക്കൊരു ഒരു ഒരു ജനാധിപത്യ രാഷ്ട്രമാവണം എന്ന് പറയും പോലെ ഇന്ത്യക്ക് ഒരു സമൂഹം വേണം. ഇപ്പോ ഇവിടെ അധികാരം കിട്ടിയിട്ടാണോ ചേകനൂർ മൗലവിയെ ശ്വാസം മുട്ടിച്ച് കൊന്നത്? അധികാരം കിട്ടിയിട്ടാണോ ജോസഫ് എന്ന് പേരായ മലയാള അധ്യാപകന്റെ കൈവെട്ടിക്കളഞ്ഞത്? അത് വിട്ടാൻ പാടില്ല. ജോസഫിന്റെ കൈവെട്ടിയത് വിടാൻ പാടില്ല. വേറൊക്കെ പറയണം. അതായത് ഗൗരി ലങ്കേഷിനെ കൊന്നത് അത് ഞാൻ പറയും, അത് പറയുമ്പോൾ കുഴപ്പമില്ല. അപ്പോ ഞാൻ പറയുന്നത് വിമർശനാതീതമായ ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ. ഒരു തരം വിമർശനത്തിനും വിധേയമല്ലാത്ത ഒന്നാണ് ഇസ്ലാം മതം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോ അതിന് മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണ്. മറുപടി പറഞ്ഞാൽ പോരെ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ട് ഇങ്ങനെ പരിപാടി, TP ചന്ദ്രശേഖരനെ കൊന്ന അവരാ, അത് തെറ്റാണ് പറയുമ്പോൾ അയാൾ പണ്ടേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാന്ന് പറയും. നിങ്ങൾ ഇതിന് മറുപടി പറയും. നിങ്ങൾ എന്തിന് TP കൊന്നു, നിങ്ങൾ എന്തിന് ചേകനൂരിനെ കൊന്നു, എന്തിന് ജോസഫിന്റെ കൈവെട്ടി? അപ്പൊ ഇതിന് മറുപടി പറഞ്ഞതിന് പറയും ഇസ്ലാമോപിക്കുന്നതിന് മുദ്ര കുത്തുക. അപ്പൊ ഇത് ഒരു തട്ടിപ്പാണ്. ഇപ്പോ പിന്നെ മതനിയമങ്ങളെ വിമർശിക്കുന്നത് ഇസ്ലാമിൽ നിന്നല്ല, എല്ലാ മതത്തിലും ഒന്നും എന്നുള്ളതല്ല. ഞാനൊരു പഴയ കഥ പറയാം, വളരെ പഴയ കഥ പറയാം. ഖുർആനിൽ ഖണ്ഡിതമായി വിധിയുള്ളതാണ് കട്ടവന്റെ കൈവെട്ടണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-ാമത്തെ സൂറത്തിൽ 32-ാമത്തെ ആയത്താണ്. ഈ നമ്പർ ചിലപ്പോൾ തെറ്റി, അതിന് എൻ്റെ ഇതിൽ വരില്ല. അപ്പോൾ ഞാനൊന്നും ഈ ഇത്തരം ചോദ്യം വരുന്ന ഓർത്തിട്ടില്ല. ഞാൻ എൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞാണ് ഏതായാലും ആ ഖുർആനകത്ത് അതുണ്ട്, കട്ടവന്റെ കൈവെട്ടണം. 2-ാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് നാട് ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കോടതിയിൽ ഒരു കളവ് കേസ് വന്നു. കേസ് തെളിഞ്ഞു, സാക്ഷിയുണ്ട്, തൊണ്ടിമോനുണ്ട്, എല്ലാം തെളിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ശിക്ഷ വിധിക്കുന്ന മുമ്പ് ഉമർ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പ്രതിയോട് ചോദിച്ചു, നീ കട്ടത് സത്യമല്ലേ? സത്യമാണ്. എന്താ കക്കാൻ കാരണം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിശന്നിട്ടാണ്. അപ്പോ ഉമർ ഇബ്നു ഖത്താബ് തന്റെ ബെഞ്ച് ക്ലാസിനോട് ചോദിക്കുകയാണ്, പട്ടിണിയില്ലാതെ രാജ്യം ഭരിക്കാൻ പ്രാപ്തിയില്ലാത്ത ഖലീഫയുടെ കൈവെട്ടാൻ നിയമമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അവനെ വെറുതെ വിടുന്നു. ഈ ആള് വെറുതെ വിട്ടു. എന്തായി? ശരീരത്തിൽ ഒരു പുതിയ നിയമം വന്നു. എന്താ അത്? വിശപ്പ് കൊണ്ട് കട്ടാൽ കൈവെട്ടാൻ പാടില്ല. മതി, നല്ലതാ. അപ്പോ ഉമർ ഖത്താബ് അന്ന് ആ നിയമത്തെ വിമർശിച്ചത് ഇസ്ലാമോപികായതുകൊണ്ടാണ്. അദ്ദേഹത്തിന് യാഥാർത്ഥ്യബോധം ഉണ്ടായിരുന്നു, നീതിബോധം ഉണ്ടായിരുന്നു. പിന്നീട് ശരീരത്തിൽ വേറൊരു നിയമം വന്നു. എന്ത്? ഒരു പുസ്തകം മോഷ്ടിച്ചാൽ കൈവെട്ടാൻ പാടില്ല. എന്താ കാരണം? ആ പുസ്തകം വായിച്ച ആൾ നന്നായെങ്കിലും ഒന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ നിയമങ്ങളൊക്കെ കാലം കൊണ്ടും ദേശം കൊണ്ടും പരിഷ്കരിക്കുന്നുണ്ട്. അത് ഓരോരോ കാലത്ത് ഓരോരുത്തരിനൊക്കെ വിമർശിക്കുന്നുണ്ട്. ഉമർ ഖത്താബ് വിമർശിച്ച വേറെ എത്രയോ ഘട്ടങ്ങളുണ്ട്. അപ്പോ ഇതിപ്പോ പബ്ലിസിറ്റി ഉണ്ടാക്കാനാണ്. എന്ത് പബ്ലിസിറ്റിക്ക് ഇത് വേണം? വേറെ 100 പണിയില്ലേ മനുഷ്യന്. ഇതിപ്പോ നമ്മുടെ നീതിബോധം കൊണ്ട് ഞാൻ കുട്ടിക്കാലത്ത് ഇപ്പോ അഭിപ്രായക്കാരനാണ്. മുസ്ലിം പെൺകുട്ടികൾ മുഖം മറച്ച് റോഡിൽ നടക്കാൻ പാടില്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതൊക്കെ ഇസ്ലാമോഫോബിക്കാണ് എന്ന് പറയുന്ന പല ആളുകളുടെയും മുഖം മറച്ചല്ല നടക്കുന്നത് എനിക്കറിയാം. അപ്പൊ അവർക്ക് സ്വാതന്ത്ര്യമാണ്. എന്നോട് പറഞ്ഞെന്താ, ഈ കുട്ടിക്ക് മുഖം മറച്ച് നടക്കാൻ സ്വാതന്ത്ര്യമില്ല? ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലേ. പർദ്ദ ഇടാതെ സാനിയ മിർസ കളിച്ചാൽ അവർക്ക് ഈത്ത പറയാം. നിനക്ക് നരകത്ത് പോണ്ടേ, നിനക്ക് സ്വർഗത്ത് പോണ്ടേ, നിനക്ക് മരിക്കണ്ടേ, നിനക്ക് മരിക്കേണ്ട പെണ്ണേ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി. നിനക്ക് മരിക്കേണ്ട പെണ്ണേ എന്ന് പറഞ്ഞ് വരും. അപ്പം മുഖം മൂടാത്ത ആളോട് മുഖം മൂടാൻ പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. മുഖം മൂടുന്ന ആളോട് മുഖം മൂടണ്ടെന്ന് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. എവിടുത്തെ പരിപാടി അത്? അപ്പൊ അവർക്ക് ഇതൊക്കെ ആവാം. അവർ കുറെ സംഘടന, കുറെ പോരാളികളുണ്ട്, അവർക്ക് മാധ്യമങ്ങളുണ്ട്, അവർക്ക് ചാനലുകളുണ്ട്. എനിക്ക് ഇതൊന്നും ഒരു കുളിരുമില്ല. എന്താ വെച്ചാൽ സത്യമാണ്, നീതിയാണ്, ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറയും. നിങ്ങൾ എന്ത് മുദ്ര എന്നെ ഇടാം. പിന്നെ ഇവർ എന്നോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ആദ്യം പറയും, ഞാൻ നരകത്ത് പോകാൻ തയ്യാറാണ്. ഇനി നരകം പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. എനിക്ക് സ്വർഗത്ത് പോകാൻ യാതൊരു മോഹമില്ല. സ്വർഗം പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിക്കുകയും വേണ്ട. ഞാനിത് എൻ്റെ നാട്ടിലും വീട്ടിലും കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് ബഹുഭാര്യത്വം കൊണ്ട് എങ്ങനെ കഷ്ടപ്പെടുന്നു മനുഷ്യൻ, ബഹുഭാര്യത്വം കൊണ്ട് എങ്ങനെ കഷ്ടപ്പെടുന്നു. അപ്പോ ഇവർക്കൊന്നും മറുപടി ഇല്ല. മറുപടി പറഞ്ഞാൽ പോരെ? ഇതിന് ബഹുഭാര്യത്വത്തിന് മറുപടി പറഞ്ഞാൽ പോരെ? അത് ഇസ്ലാമോഫോബിക് എന്ന് പറഞ്ഞതിനാ കമ്മ്യൂണിസ്റ്റിന്റെ പരിപാടിയാണ്. അയാൾ അല്ലേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാന്ന് പറയും. പണ്ടേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. അതുകൊണ്ട്
അത്തരം ഡിബേറ്റ് ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ ഇപ്പോൾ സമയമില്ല. ഞാനിതൊക്കെ പലതും നേരത്തെ പ്രസംഗിച്ചിട്ടുള്ളതാണ്, ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളതാണ്, എൻ്റെ പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവരുടെ ഞാൻ പറയാണ്, ഉമ്മമാർക്ക് വേണ്ടി ഒരു സങ്കടഹരിജി എന്ന് DC അടിച്ചൊരു പുസ്തകമുണ്ട്, പിടക്കോഴി കൂവരുത് എന്ന് മാതൃമ അടിച്ചൊരു പുസ്തകമുണ്ട്. അത് വായിച്ചിട്ടും നിങ്ങൾക്ക് ഇസ്ലാം മതത്തോടുള്ള മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ മറുപടി പറയാം. മറ്റതൊക്കെ എൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ. അവസാനത്തെ ചോദ്യം, അശ്വതി ഹാരിസ്, അംബേദ്കർ വേണ്ട വിധം നമ്മുടെ അക്കാദമിക് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല, നിർഭാഗ്യവശാൽ ഇല്ല, നിർഭാഗ്യവശാൽ ഇല്ല. ഞാൻ ആവർത്തിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ധാരണ അംബേദ്കർ ദളിതരുടെ ഒരു നേതാവാണെന്നാ, ദളിതരുടെ കാര്യം പറഞ്ഞ ഒരാളാണ്. ദളിതരുടെ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ദളിതരുടെ കാര്യം മാത്രമല്ല പറഞ്ഞത്. അംബേദ്കർ 20ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചിന്തകനാണ്, മഹാപണ്ഡിതനാണ് അദ്ദേഹം. നിയമവും ചരിത്രവും രാഷ്ട്രീയവും ഒക്കെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പോയി പഠിച്ച ആളാണ്. ഞാൻ വായിച്ചത് അങ്ങനെയാണ്. ദിവസം 18 മണിക്കൂർ അദ്ദേഹം മിനിമം ജോലി ചെയ്തിരുന്നു. അത്രമാത്രം എഴുതി, അത്രമാത്രം പ്രസംഗിച്ചു, പ്രവർത്തിച്ചു. ഒരു ജനാധിപത്യത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ചിന്തകന്മാരായിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പരിമിതമായ അറിവ് ഞാൻ പറയാം, ഞാൻ 3 പേരെയാണ് എടുക്കുക. ഗാന്ധി, ലോഹിയ. ഗാന്ധി, അംബേദ്കർ, റാം മനോഹർ ലോഹിയ. ലോഹിയ സോഷ്യലിസം എന്താണ് എന്ന് ചിന്തിച്ച ഒരാളാണ്, വലിയ ചിന്തകനാണ്. ഈ 3 പേര് യോജിക്കുന്ന ഒരു പോയിന്റാണ് അഹിംസ. അംബേദ്കർ ജാതിയെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്ന് ആലോചിച്ചിരുന്നു. ഇന്ത്യൻ പാരമ്പര്യം എന്താണെന്ന് ആലോചിച്ചിരുന്നു. അതിനെ രാഷ്ട്രീയത്തോടും മതത്തോടും എങ്ങനെ ബന്ധിപ്പിക്കാന്ന് ആലോചിച്ചിരുന്നു. അനവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിന് ഒരു റിസർവേഷന്റെ കണക്കിൽ ഒരു അംബേദ്കർ എന്ന് പറയാം എന്നുള്ളതിനപ്പുറത്ത് അംബേദ്കറുടെ പ്രവർത്തനം, അംബേദ്കറുടെ ചിന്താരീതികൾ, ഇതൊക്കെ ഇവിടെ അക്കാദമിക് സമൂഹം ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ന് അംബേദ്കറുടെ പേര് പറയാഞ്ഞാൽ നമ്മളൊരു ദളിത് വിരുദ്ധനോ അല്ലെങ്കിൽ ഒരു സവർണ ഫാസിസ്റ്റോ ആയി പോകുന്ന പേടിച്ചിട്ടാണ് പലരും പേര് പറയുന്നതാണ് ആ പേര് പറയുന്നത് കണ്ടാൽ തോന്നുക. അതുകൊണ്ട് അംബേദ്കർ ഹിന്ദു കോഡ് ബില്ലിന് രൂപം കൊടുത്ത അംബേദ്കർ, ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തതിൽ മുഖ്യ ശില്പിയായ അംബേദ്കർ, ഇവിടുത്തെ തൊഴിലാളികൾക്കും ആണ് അദ്ദേഹത്തിന്റെ പാർട്ടിന്നാ. അപ്പൊ തൊഴിലാളികൾ, ദരിദ്രന്മാര്, നിരക്ഷരന്മാര്, ആദിവാസികള്, ന്യൂനപക്ഷങ്ങള്, ഇവരുടെയൊക്കെ കാര്യത്തിൽ ജനാധിപത്യം എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരു രാഷ്ട്രീയ ചിന്തകനാണ് അദ്ദേഹം. അപ്പോ അത് റിസർവേഷൻ കണക്ക് പറയുന്നതല്ല, അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹം കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ തള്ളി പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർ രണ്ടു കൂട്ടർക്കും മനസ്സിലായില്ല. അപ്പോ പിന്നെ അദ്ദേഹത്തെ പറ്റി ആൾക്കാർ വിചാരിക്കുന്നത് ഗാന്ധിയുടെ ശത്രുവാണെന്നാണ്. അംബേദ്കറെ പറ്റി ഗാന്ധിയുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് വേറെ. അദ്ദേഹം അദ്ദേഹം കല്യാണം കഴിക്കാൻ വരുന്ന സമയത്ത് ഗാന്ധി ജീവിച്ചിരിപ്പില്ല. അന്ന് ഗാന്ധിയുടെ സെക്രട്ടറി പ്യാർലാലിനെ കണ്ട് ക്ഷണിക്കുമ്പോൾ അദ്ദേഹം പ്യാർലാലിനോട് പറയുന്നുണ്ട്, ഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തില് ഞാൻ ഈ കല്യാണം കഴിക്കുമായിരുന്നുള്ളൂ. ഇതാണ് അവരൊക്കെ തമ്മിലുള്ള ബന്ധം. അപ്പോ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വളരെ ഗാന്ധി വിരുദ്ധനാണ് അംബേദ്കർ, അല്ലെ അംബേദ്കർ വിരുദ്ധനാണ് ഗാന്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാളും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ഡിസ്മിസ് ചെയ്യാൻ. അല്ലെ അംബേദ്കർ അത് ഹരിജനങ്ങളുടെ നേതാവല്ലേ, അല്ലെ ദളിതരുടെ നേതാവല്ലേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അങ്ങനെയൊന്നും അല്ല. അപ്പോ 1930 ദണ്ഡി സത്യാഗ്രഹം എല്ലാവർക്കും അറിയാം, ഉപ്പുകുറുക്കൽ സത്യാഗ്രഹം ഗാന്ധിയുടെ. അതിന്റെ 3 കൊല്ലം മുമ്പ് 1927 മഹാരാഷ്ട്രയിലെ ഒരു തടാകത്തിൽ ചെന്നിട്ട് അംബേദ്കർ 10,000-ഓളം ആളെ കൂട്ടിയിട്ട് ആ വെള്ളം തൊട്ടത് നമ്മുടെ ദേശീയ സമര ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. വെള്ളം തൊടാൻ പാടില്ലായിരുന്നു മഹർ ജാതിക്കാർക്ക്. അംബേദ്കർ നേതൃത്വത്തിൽ അവർ ഇന്ന് തൊട്ടു. പിന്നെ വലിയ കലാപുണ്ടാവാണ് മഹറുകൾക്കെതിരായിട്ട് അന്നും പിറ്റേന്നുമായിട്ട്. അപ്പൊ അങ്ങനെ ഒരുപടി തെറ്റ് സംഭവങ്ങൾ, വട്ടമേശ സമ്മേളനം, അങ്ങനെ ഒരുപടി കാര്യങ്ങൾ. ഗാന്ധി ആദ്യമായിട്ട് 1931 അംബേദ്കറെ ഞാൻ നിങ്ങളുടെ ലേഖനങ്ങൾ
പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ കോൺഗ്രസ് വിമർശനം നമ്മുടെ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യം വൈകിക്കും എന്ന് എന്തുകൊണ്ടാണ് താങ്കൾ ശ്രദ്ധിക്കാത്തത് എന്ന് ചോദിക്കും ഗാന്ധി അംബേദ്കറോട്. ആദ്യത്തെ ചോദ്യം, അംബേദ്കർ ഗാന്ധിയോട് ഒരു വാക്യം പറഞ്ഞു, എനിക്ക് മാതൃഭൂമിയില്ല. മഹാത്മജി, ഐ ഹാവ് നോ മദർലാൻഡ്. മണ്ണ് തൊടാൻ, വെള്ളം തൊടാൻ, പുറത്തിറങ്ങാൻ, സൂര്യപ്രകാശത്തിൽ പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യത്തിന് എന്ത് മാതൃഭൂമിയാണ്? ഗാന്ധിക്ക് അത് അറിയില്ല. ഗാന്ധിക്ക് ആ അനുഭവമില്ല. മഹർജാതിക്കാരനായിട്ട് തുപ്പാൻ ചിരട്ട കഴുത്ത് കെട്ടിത്തൂങ്ങി നടക്കേണ്ട ഒരാളാ മഹർജാതിക്കാരൻ. സൂര്യപ്രകാശത്തിൽ അവന്റെ നിഴല് ഭൂമിയിൽ വീണാൽ ഭൂമി അശുദ്ധാന്നുള്ളതുകൊണ്ട് രാത്രി മാത്രം സഞ്ചരിക്കേണ്ട ഒരാളാണ് മഹർജാതിക്കാരൻ. അംബേദ്കർ പഠിക്കുമ്പോൾ അംബേദ്കർ ക്ലാസിന്റെ ഒരു മൂലയിൽ ഇരിക്കുകയാണ്, നിലത്തിരിക്കുകയാണ് അംബേദ്കർ. അംബേദ്കർ പഠിച്ചൊക്കെ വന്നിട്ട് ഉദ്യോഗസ്ഥനായിട്ട് ഓഫീസ് ഭരിക്കുമ്പോൾ മേൽജാതി എന്ന് സ്വയം വിളിക്കുന്ന കൂട്ടർ പ്യൂൺമാരൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് മേശയിലേക്ക് എറിയ ചെയ്യാം ഫയൽ, അല്ല അവിടെ കൊണ്ട് കൊടുക്കൂല. കാരണം ഒരു മഹർജാതിക്കാരൻ മുമ്പ് പോയി നിൽക്കാൻ പറ്റില്ല. ഇതാണ് അംബേദ്കർ അനുഭവിച്ച ലോകം. അപ്പൊ അത് അപൂർവമായൊരു സംഗതിയാണ്, അതുല്യമായൊരു സംഗതിയാണ്. അതിന്നൊക്കെ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ വെറുപ്പല്ല അദ്ദേഹത്തിന്റെ വകയിൽ ഇന്ന് പറഞ്ഞു കേൾക്കുന്ന പലതും. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. അദ്ദേഹം സ്വീകരിച്ചത് ബുദ്ധന്റെ വഴിയാ. അത് വെറുപ്പിന്റെ വഴിയല്ല, അത് കാരുണ്യത്തിന്റെ വഴിയാ, അത് സ്നേഹത്തിന്റെ വഴിയാ. 1956 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ നിന്ന് ബുദ്ധമതം സ്വീകരിക്കുന്നത്. അപ്പോ അഹിംസയുടെ കാര്യത്തിൽ, ബുദ്ധന്റെ കാരുണ്യത്തിന്റെ കാര്യത്തിൽ, ക്ഷമയുടെ കാര്യത്തിൽ, സ്നേഹത്തിന്റെ കാര്യത്തിൽ അംബേദ്കറും ഗാന്ധി ഒന്നിച്ചു പോകുമല്ലോ. ഞാൻ അത് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഗാന്ധിയോ അംബേദ്കറോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കരുത്. ഗാന്ധിയും അംബേദ്കറും. അവിടെ എന്താ ചെയ്യാം? ഗാന്ധിയിൽ നിന്ന് എടുക്കാവുന്ന എടുക്കാം, വിമർശിക്കേണ്ട ഭാഗങ്ങൾ ഗാന്ധിയെ വിമർശിക്കാം. അപ്പൊ പൂന പാക്റ്റിൽ ഗാന്ധി എടുത്ത നിലപാട് തെറ്റാണ് എന്ന് നമ്മൾ പറയാം. അംബേദ്കറിൽ നിന്ന് എടുക്കേണ്ട നമ്മൾ എടുക്കുക. അംബേദ്കറെ ദളിതരുടെ മാത്രം നേതാവ് തള്ളിക്കളയരുത്. ഇപ്പോൾ ഗാന്ധിയെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. പ്രസ്ഥാനത്തിന് ഗാന്ധി പിന്തുണ കൊടുത്തത് തെറ്റാണ് എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാനത് പറയും. അതുകൊണ്ട് എനിക്ക് ഗാന്ധിയെ ബഹുമാനമില്ല എന്നല്ല, ഗാന്ധി ഇന്ന് സ്വീകരിക്കില്ല എന്നല്ല. ഇങ്ങനെയാണ് നമ്മൾ നേതാക്കന്മാരെ കാണേണ്ടത്. ോ ഒരു കടുപ്പിടുത്തമായിട്ടോ അല്ല. അതാണ് നമ്മുടെ നാട്ടിൽ ഒരു സ്ഥിതി. എന്താ, നമ്മൾ EMS ഒരു നന്മയില്ല, അങ്ങനെയല്ല. EMS നന്മ ഉണ്ടാവും, അത് നമ്മൾ കണ്ടെത്തണം. EMS പരിമിതികളുണ്ടാവും, അത് കണ്ടെത്തണം. നെഹ്റുവിൽ അങ്ങനെ ഉണ്ടാവും. എല്ലാവരിലും ഉണ്ടാവുന്ന മനുഷ്യരല്ലേ, മനുഷ്യരാണല്ലോ. അംബേദ്കർ പറഞ്ഞൊരു വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അത് സമർപ്പിച്ചുകൊണ്ട് അവസാനത്തെ സംഭാഷണം, പ്രസംഗം നടത്തുകയാണ് അംബേദ്കർ. അത് അവസാനിപ്പിച്ച എങ്ങനെയാണ്? വിമർശനാതീതരായി ഏതെങ്കിലും വ്യക്തിയോ സ്ഥാപനമോ പദവിയോ ഉണ്ട് എന്ന് നാം വിചാരിച്ചു പോകരുത്. ക്കാരുടെ വഴിയാണ് നമ്മുടെ രാഷ്ട്രീയത്തെ, നമ്മുടെ ജനാധിപത്യത്തെ അത് ദുർബലമാക്കും, ജീർണമാക്കും. ആ വഴി നമ്മൾ സ്വീകരിച്ചുകൂടാ. അത് നമ്മുടെ ഭരണഘടനയെയും ദുർബലമാക്കുന്നു. അപ്പൊ ഏകാധിപത്യത്തിനെതിരായിട്ട്, സർവാധിപത്യത്തിനെതിരായിട്ട്, മതാധിപത്യത്തിനെതിരായിട്ട് ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് എടുക്കാവുന്ന ആദ്യത്തെ നിലപാട് വിമർശനത്തിനതീതരായിട്ട് ഒന്നും, അങ്ങനെ ആ സത്യമാണ് എന്ന് തോന്നുന്ന ആ വിമർശനം ധീരത, ആർജവം, ഉശിര്, ഊറ്റം നമ്മൾ കാണിക്കണം എന്നാണ് എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്. ഈ സന്ദർഭത്തിനും ഈ ബുദ്ധിപൂർവ്വമുള്ള ചോദ്യങ്ങൾക്കും വീണ്ടും നന്ദി, നമസ്കാരം. ഹസ്കയുടെ ഈ സംഭാഷണ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് വളരെ നന്ദി. ആ സംഘടനയുടെ പേരിന്റെ അർത്ഥം വെളിച്ചം എന്നാണ് എന്ന് ഹരികൃഷ്ണൻ എന്നോട് പറഞ്ഞു. അത് ഹീബ്രു വാക്കാണ് എന്നും പറഞ്ഞു. യുവാക്കളുടെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന
യുവാക്കളെ മൂല്യബദ്ധമായ ജീവിതത്തെപ്പറ്റി ബോധവൽക്കരിക്കുന്ന, അത്തരം കാര്യങ്ങൾ അവർക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഹസ്കെ എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനിതിനു മുമ്പ് അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല. എനിക്ക് ആ വാക്ക് വലിയ കൗതുകമായി. ഞാനങ്ങനെ ഒരു ഹീബ്രു വാക്ക് പഠിക്കാൻ സാധിച്ചതിൽ ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. എനിക്ക് സംസാരിക്കാനുള്ള വിഷയം സത്യാനന്തര കാലം, പോസ്റ്റ് ട്രൂത്ത് സൊസൈറ്റി എന്ന് പറയും. അത് പടിഞ്ഞാറൻ നാടുകളിൽ ഒരു പ്രയോഗമായി വന്നിട്ട് കുറച്ചായി. നമ്മുടെ നാട്ടിലിപ്പോൾ പരന്നു വരുന്നേ. ഇപ്പോൾ പോസ്റ്റ് ആധുനികോത്തരം എന്നൊക്കെ പറയുന്നത് ട്രൂത്ത്, സത്യത്തിൻ്റെ കാലം കഴിഞ്ഞു. അതാ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ പല പ്രയോഗങ്ങളുണ്ട്. ചരിത്രം അവസാനിച്ചു, ദൈവം മരിച്ചു, അങ്ങനെ ഒരുപാട് അർത്ഥം, ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ദൈവം മരിച്ചു എന്നോ ചരിത്രം അവസാനിച്ചു എന്നോ കേട്ടാൽ തോന്നാത്ത പരിഭ്രമം എനിക്ക് ഈ വാക്ക് കേട്ടപ്പോഴുണ്ട്. ദൈവം എന്നത് ഉണ്ട് എന്നും ഇല്ല എന്നും, ഉണ്ടോ ഇല്ലേ എന്ന് അറിയില്ല എന്നുമൊക്കെ നമ്മൾ നൂറ്റാണ്ടുകളായി തർക്കിക്കുന്നതാണ്. ചരിത്രം അവസാനിച്ചോ ഇല്ലേ എന്നുള്ളത് ജീവിക്കുന്ന ആളുകളുടെ അനുഭവം ആയിരിക്കും. അത് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം അത് നമ്മുടെ ജീവിതമാണ്. ഭൂതം, വർത്തമാനം, ഭാവി എന്നുള്ള കാര്യം ഉണ്ടോ ഇല്ലേ എന്ന് അതൊരാൾ അനുഭവിച്ചറിഞ്ഞോളൂ. സത്യത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. അത് പ്രകൃതിയിലുള്ളതല്ല, അത് സംസ്കൃതി ഉണ്ടാക്കിയതാണ്. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ, സത്യം പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത് കഥ മാത്രമാണ്. കള്ളം പറഞ്ഞാൽ കണ്ണുപൊട്ടിപ്പോവും എന്ന് ഞങ്ങളെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചത്. കള്ളം പറഞ്ഞിട്ട് കണ്ണ് പൊട്ടാത്ത അവസരം ഉണ്ടെങ്കിൽ അപ്പോൾ കള്ളം പറഞ്ഞാൽ കണ്ണ് പൊട്ടില്ല എന്ന് മനസ്സിലാവും. പ്രകൃതിയിൽ അങ്ങനെ ഒരു സാധനമില്ല. മരങ്ങൾക്കോ മലകൾക്കോ മൃഗങ്ങൾക്കോ പറവകൾക്കോ ഇഴജാതികൾക്കോ ജലജീവികൾക്കോ സസ്യങ്ങൾക്കോ ഒന്നും ഈ ബുദ്ധിമുട്ടില്ല. എന്ത്? സത്യം പാലിക്കുക എന്നുള്ളത്. കാരണം അവർക്ക് അവരുടെ ഇൻസ്റ്റിങ്ക്റ്റുമായിട്ട് ബന്ധപ്പെട്ട, അവരുടെ സഹജവാസനയായിട്ട് ബന്ധപ്പെട്ട ചില ശബ്ദങ്ങൾ മാത്രമാണ് ഭാഷ. അപ്പോൾ മനുഷ്യന് മാത്രമേ ഈ സ്വഭാവമുള്ള ഭാഷയുള്ളൂ. അപ്പോൾ ഒരു മൃഗം, ഇപ്പോൾ പശു എടുക്കുക ഉദാഹരണം, വിശക്കുന്നു, കുഞ്ഞിനെ കണ്ടില്ല, അല്ലെങ്കിൽ എണ്ണ ചേരാൻ മോഹമുണ്ട് തുടങ്ങിയുള്ള സമയത്തൊക്കെ ഓരോരോ പ്രത്യേക ശബ്ദം ഉണ്ടാക്കും. അത് വീട്ടുകാർക്ക് മനസ്സിലാവും. അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു ആശയം ആവിഷ്കരിക്കാൻ മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ ഭാഷയ്ക്ക് സാധ്യമല്ല എന്നാണ് നമ്മുടെ ഇന്നത്തെ അറിവ്. അവരാശയങ്ങൾ രൂപീകരിച്ചതോ അവർ വേറെ എന്തെങ്കിലും ലോകം ഉണ്ടാക്കിയൊന്നും നമുക്കറിയില്ല. മനുഷ്യരാണ് വേറെ ലോകങ്ങൾ, ആശയലോകങ്ങൾ ഉണ്ടാക്കുന്നത്. അത് പ്രകൃതിയല്ല, സംസ്കൃതിയാണ്, നേച്ചറല്ല, കൾച്ചറാണ്. അപ്പോൾ അമ്മയും പെങ്ങളും എന്നൊരു സങ്കല്പം പ്രകൃതിയിലില്ലല്ലോ. പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ഒന്നും അതില്ല. ഇപ്പോൾ പശുവിൻ്റെ കുഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞ് അമ്മയെ തിരിച്ചറിയില്ല. അതുകൊണ്ടാണ് മൂരിക്കുട്ടിന് സ്വന്തം അമ്മയായിട്ട് ഇണചേരാൻ പറ്റുന്നത്. 1.5 കൊല്ലം കഴിഞ്ഞ് ആ ബന്ധം കഴിഞ്ഞു. ആ കക്ഷിക്ക് അറിയില്ല ഇത് അമ്മയാണോ എന്നൊന്നും അറിയില്ല. പണ്ട് തന്നെ പ്രസവിച്ചതാണ് എന്നോ മുല ഊട്ടിയതാണ് എന്നോ ഒന്നുമുള്ള ബോധമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എല്ലാ സംസ്കാരങ്ങളും സത്യം വലിയൊരു കാര്യമാണ് എന്ന് പറയും. ഇന്ത്യയിൽ അതിന് പല രൂപങ്ങളുണ്ട്. സത്യം, ശിവം, സുന്ദരം എന്ന് ഒരു ത്രിത്വമുണ്ട് ഇന്ത്യയിൽ. അതായത് ശിവം എന്ന് പറഞ്ഞാൽ മംഗളം, സുന്ദരം അതായത് സൗന്ദര്യം
ആവിഷ്കരിക്കുന്നതും ഐശ്വര്യം ആവിഷ്കരിക്കുന്നതും സത്യം ആവിഷ്കരിക്കുന്നതും ഒറ്റ പണിയാണ് എന്ന്. അതൊക്കെ ഒന്നാണ്. അത് ഒന്നിനെ വേറെ നിന്ന് വ്യത്യാസമാക്കാൻ പറ്റില്ല. അതായത് അസത്യമായത് അസുന്ദരമായിരിക്കും, സൗന്ദര്യവും സത്യവും ഒന്നാണ്. അപ്പോൾ സത്യസ്വരൂപനാണ് ഈശ്വരൻ എന്ന് ഇന്ത്യൻ പാരമ്പര്യത്തിൽ പറയും. മുസ്ലിം പാരമ്പര്യത്തിൽ ദൈവത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു പേര് ഹക്ക് തആല എന്ന്. ഹക്ക് തആല എന്ന് പറഞ്ഞാൽ സമുന്നതമായ സത്യം, സത്യം എന്നാണ്. അപ്പോ ചിലെങ്കിലും പേര് കേട്ടിട്ടുണ്ടാവും. മൻസൂർ ഹല്ലാജ് എന്നൊരു സൂഫി കവി. അദ്ദേഹം ബാഗ്ദാദിൽ ക്രിസ്തുവർഷം 922 അദ്ദേഹത്തെ കുരിശിത്തറച്ച് കൊന്നതാണ്. എന്താ ഒന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് സനാതനമായ സത്യം എന്ന്. അദ്ദേഹം വെച്ച വാക്ക് അനൽ ഹക്ക് എന്ന്. ഇന്ത്യയിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ ഒരു പ്രയോഗം, അനൽ ഹക്ക്, ഞാനാണ് സനാതനമായ സത്യം. ബഷീർ ഈ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട് ഈ ചരിത്രപുരുഷനെ പറ്റി. ക്രിസ്തു ശിഷ്യന്മാരോട് ഒരിക്കൽ പറഞ്ഞത്, സത്യം നിന്നെ സ്വതന്ത്രനാക്കുന്ന. എല്ലാ അടിമത്വം എങ്ങനെ വരുന്നു? അസത്യം കൊണ്ട് വരുന്നു. അസത്യം കൊണ്ട് വരുന്നു. നമ്മൾ സത്യം പറയാണ് എങ്കിൽ പിന്നെ നമുക്ക് ഒന്നിനെയും പേടിക്കാനില്ല. ഒന്നാമത്തെ കാര്യം, അത് എന്താണ് നേരത്തെ പറഞ്ഞതെന്ന് ഓർത്തിരിക്കേണ്ട എന്നുള്ളൊരു സൗകര്യമുണ്ട്. പിന്നെ വേറെ ഒരു തരത്തിലും ആർക്ക് നമ്മളെ ഭീഷണിപ്പെടുത്താനോ നമ്മളെ പ്രലോഭിപ്പിക്കാനോ നമ്മളെ പ്രകോപിപ്പിക്കാനോ ഒന്നും സാധിക്കില്ല നമ്മൾ സത്യം പറയുകയാണെങ്കിൽ. സത്യം പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? പലതരം താല്പര്യങ്ങൾ, പക്ഷപാതങ്ങൾ, സ്വാർത്ഥം കൊണ്ടാണ്. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ഗ്രീക്കിലെ ഒരു പഴയ തത്വചിന്തകന്റെ പേരാ, സോക്രട്ടീസ്. പാശ്ചാത്യ തത്വചിന്തയുടെ പിതാവ് എന്ന് ചരിത്രം അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹം സത്യം പറയണം എന്ന് പറഞ്ഞു, സത്യം പാലിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അന്ന് നിലവിലുള്ള അനവധി കാര്യങ്ങളെ, ദൈവസങ്കല്പങ്ങളെ, ആരാധനാക്രമങ്ങളെ, മൂല്യങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്തു. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ യുക്തിക്ക് അത് ചേർന്നില്ല. അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്, ചോദ്യം ചെയ്യപ്പെടാത്ത ജീവിതം ജീവിതാർഹമല്ല. ദ ലൈഫ് അൺക്വസ്റ്റ്യൻഡ് ഈസ് നോട്ട് ലിവബിൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു വാക്യം, ഒരാളുടെ മഹത്വം മനസ്സിലാക്കുന്നത് അയാളുടെ ചോദ്യങ്ങളിൽ നിന്നാണ്. ദൈവത്തെ നിന്ദിച്ചു എന്ന പേരിൽ അദ്ദേഹത്തെ കോടതി വിചാരണ ചെയ്തു. കാര്യമായ ഒരു കുറ്റവും തെളിഞ്ഞില്ല. പക്ഷെ അന്നത്തെ രീതി അനുസരിച്ച്, കോടതിയിലെ ഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് അദ്ദേഹത്തെ വിഷം കുടിച്ച് മരിക്കാൻ വിധിച്ചു. അങ്ങനെ ക്രിസ്തുവിനും 400 കൊല്ലം മുമ്പ് ഹംലക് എന്ന് പേരായിട്ട് പച്ച നിറത്തിലുള്ള ഒരു വിഷം ജയിലറിൽ നിന്ന് കുടിച്ചാണ് മഹാനായ സോക്രട്ടീസ് മരിച്ചുപോയത്. അപ്പം അതിൽ നമ്മൾ ഈ സത്യത്തിൻ്റെ ചർച്ചയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം മഹാദരിദ്രനായിരുന്നു. മരിക്കുമ്പോൾ 79 വയസ്സാണ്. വിരൂപനായിരുന്നു എന്നാണ് അദ്ദേഹത്തെ പറ്റിയുള്ള വിവരണങ്ങൾ ഞാൻ വായിച്ചത്. മഹാദരിദ്രനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പ്ലേറ്റോ വളരെ സമ്പന്നനായി. പ്ലേറ്റോന് ഒരിക്കലും മനസ്സിലായില്ല എന്തിനാണ് സോക്രട്ടീസ് മരിക്കുന്നത്. അപ്പൊ ആ ഘട്ടത്തിൽ അദ്ദേഹം ജയിൽ വാർഡന്മാരെ സ്വാധീനിച്ച് രാത്രി വാതിൽ തുറന്നു കൊടുക്കാൻ ഏർപ്പാടാക്കി. അദ്ദേഹത്തെ കടൽക്കരയിൽ കൊണ്ടുപോകാൻ ഒരാളെ ഏർപ്പാടാക്കി. അദ്ദേഹത്തിന് ഒളിച്ചു പോകാൻ ഒരു കപ്പൽ ഏർപ്പാടാക്കി. ആ കപ്പൽ ചെല്ലുന്നിടത്ത് സോക്രട്ടീസിനെ സ്വീകരിക്കാൻ ആളെ ഏർപ്പാടാക്കി. ഇതൊക്കെ വന്ന് സോക്രട്ടീസിന്റെ പ്ലേറ്റോവിന്റെ സഹപാഠി സോക്രട്ടീസിന്റെ ശിഷ്യൻ ക്രിറ്റോ വന്ന് ജയിലിൽ വന്ന് കാണാൻ വന്നിട്ട് സോക്രട്ടീസോട് പറയാം, സോക്രട്ടീസ് എങ്ങനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഇത് പറയാൻ വേണ്ടി പ്ലേറ്റോ പറഞ്ഞയച്ചാണ് എന്നെ. അപ്പോൾ സോക്രട്ടീസ് വളരെ സങ്കടപ്പെട്ടു. സോക്രട്ടീസ് പറഞ്ഞു, സോക്രട്ടീസ് എന്താണ് പറയുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതെനിക്ക് മനസ്സിലായി, പ്ലേറ്റോന് മനസ്സിലാവുന്നില്ലേ ഞാൻ എന്താ പറയുന്നത്. അപ്പോൾ സത്യം പാലിക്കണം എന്ന് പറഞ്ഞ, അങ്ങനെ സത്യം പറയണം എന്ന് പറഞ്ഞ
സത്യസന്ധമായി ജീവിക്കണം എന്ന് പറഞ്ഞ ഞാൻ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടുന്ന് ഒളിച്ചു പോവുക. അത് ജയിൽവാടന്മാർക്ക് നിങ്ങൾ കൈക്കൂലി കൊടുത്ത് ഏർപ്പാടാക്കുക. എൻ്റെ ജീവിതത്തിൽ സത്യമാണ് പ്രധാനം എന്ന് പറഞ്ഞ് പിറ്റേന്ന് രാവിലെ അദ്ദേഹം വിഷം കുടിച്ച് മരിച്ചു. പ്ലേറ്റ് സഹിക്കാൻ വയ്യാത്തത് ആയ സോക്രട്ടീസ് എങ്ങനെയാ ഇന്ന് അറിയപ്പെടുന്നത്? ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട്, 2500 കൊല്ലം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ നിങ്ങളോട് സോക്രട്ടീസിനെ പറ്റി സംസാരിക്കുക. ആരായിരുന്നു അദ്ദേഹം? ആരും ആയിരുന്നില്ല. പക്ഷേ ഈ മൂല്യത്തിന് വേണ്ടി ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ഒറ്റ പുസ്തകവുമില്ല. എന്താ ഉള്ളത്? അദ്ദേഹം പ്ലേറ്റോവിനോടും ക്രിറ്റോവിനോടും ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നു. ചിലരോട് ചോദ്യം ചോദിക്കുന്നു, ചിലരോട് മറുപടി പറയുന്നു, ചില മറുപടിക്ക് ഉപചോദ്യം ചോദിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ചില നിലപാടുകൾ എടുക്കുന്നു. അത് മുഴുവൻ ഡയലോഗ്സ് എന്ന് പറഞ്ഞ് പ്ലേറ്റോ എഴുതി വെച്ചതാണ്. അതേ ഉള്ളൂ. അപ്പോൾ ഗാന്ധി എപ്പോഴും അദ്ദേഹത്തെ ഉദ്ധരിക്കും. ഗാന്ധിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം സത്യമായിരുന്നു. എന്താണ് സത്യം? എന്തിനാണ് സത്യം? എങ്ങനെയാണത് പാലിക്കുക? അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ആത്മകഥയ്ക്ക് എൻ്റെ പരീക്ഷണങ്ങളുടെ കഥ, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് എന്ന് പേരിടും. 1926-27 കാലത്താണ് ഗാന്ധി ആത്മകഥ എഴുതുന്നത്. അത് ഗുജറാത്തിലാണ് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സെക്രട്ടറി മഹാദേവ് ദേശായി, അദ്ദേഹം ഗുജറാത്തിയാണ്. അദ്ദേഹമാണത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത്. അവസാനത്തെ 5 അധ്യായം രണ്ടാമത്തെ സെക്രട്ടറി പ്യാർലാൽ പരിഭാഷപ്പെടുത്തും. ഗാന്ധി പറഞ്ഞൊരു കാര്യം എന്ന് കേട്ടാൽ അമ്പരപ്പ് തോന്നും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കാൾ എനിക്ക് പ്രധാനം സത്യമാണെന്ന്. അപ്പോൾ സത്യസന്ധമായല്ലാതെ, അഹിംസാനിഷ്ഠമായല്ലാതെ ആ സ്വാതന്ത്ര്യം നേടാം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് വേണ്ട. എന്താ കാരണം? അത് നീണ്ടു നിൽക്കുകയില്ല എന്ന് ഗാന്ധിക്ക് അറിയാം. നിങ്ങൾ അസത്യത്തിൻ്റെ വഴിക്ക് ഒരു സംഗതി നേടി, അത് നീണ്ടു നിൽക്കാൻ പോകുന്നില്ല. പാകിസ്ഥാൻ വേണം, ഇന്ത്യ വിഭജിക്കണം എന്ന് വന്നപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ വാക്ക് പാകിസ്ഥാൻ എന്നത് അസത്യമാണ്. കാരണം അങ്ങനെ ഒരു രാജ്യം എത്ര എളുപ്പത്തിൽ 1971 ആവുമ്പോഴേക്ക് ആ രാജ്യം ഭാഷയുടെ പേരിൽ പിരിഞ്ഞുപോയി. കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നൊരു രാജ്യമായി. ഇപ്പോൾ അവിടെ ആളുകൾക്ക് മതരാഷ്ട്രം എന്ന് പറഞ്ഞിട്ട് ഏത് മതം? അവിടുത്തെ അഹമ്മദികളെ നേരത്തെ തന്നെ അവർ അമുസ്ലിം ന്യൂനപക്ഷമായി പ്രഖ്യാപിച്ചു. അവിടുത്തെ ഷിയാക്കളെ അവർ ആക്രമിച്ച് കൊല്ലുന്നു. പിന്നീട് വിഭജനം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇന്ത്യയിൽ നിന്ന് പോയ മുഹാജിറുകൾ എന്ന് പറഞ്ഞ വിഭാഗക്കാരെ ഇതുപോലെ ആക്രമിക്കുന്നു. അങ്ങനെ ശാന്തിയില്ല, സമാധാനമില്ല, കൃത്യമായ അർത്ഥത്തിൽ ജനാധിപത്യമില്ല. എന്താണ്? അവിടെ എങ്ങനെ നോക്കിയാലും മതാധിപത്യമാണ്. കാരണം മതപൗരോഹിത്യത്തിനും അവരുടെ മതവ്യാഖ്യാനത്തിനുമാണ് അവിടെ മേൽക്കൈ കിട്ടും. ഗാന്ധി എന്ന് പറഞ്ഞത് അത് അസത്യമാണെന്ന്. അപ്പോൾ ഗാന്ധിക്ക് ഏത് സംഗതിയും സത്യത്തിൻ്റെ വഴിക്ക് മാത്രമേ അദ്ദേഹത്തിന് മനസ്സിലാവുള്ളൂ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ആത്മഹത്യ എഴുതി കഴിഞ്ഞ ശേഷമാണ്, ദൈവം സത്യമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമാണ് ദൈവം. I told you truth is God. Now I say you. I told you God is truth. Now I say you truth is God. അത് കുറച്ച് വ്യത്യാസമുണ്ട്. ദൈവം സത്യമാണെന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ട്, ദൈവത്തിൻ്റെ ആസ്തിക്യം, ഉണ്മ സത്യമാണെന്ന് വരുള്ളൂ. സത്യമാണ് ദൈവം എന്ന് പറഞ്ഞാൽ വേറെ ഒരു ദൈവമില്ല. നിങ്ങൾ സത്യം പാലിക്കുക, സത്യം ദീക്ഷിക്കുക, സത്യം അന്വേഷിക്കുക. അങ്ങനെയാണ്. അപ്പോൾ സത്യം എന്താണ് എന്നൊക്കെ ഉള്ളത് തത്വചിന്താപരമായൊരു പ്രശ്നം നല്ല ഗാന്ധിക്ക്. ഞാൻ അതിൻ്റെ ഗാന്ധിയുടെ സത്യത്തിൻ്റെ ഒരു ഉദാഹരണം പറയാം, എന്നാൽ അത് വ്യക്തമാവും. എന്താണ് സത്യം, എപ്പോഴാണ് സത്യം എന്നൊക്കെ നമുക്ക് വലിയ താത്വിക ചർച്ച നടത്താം. ഗാന്ധിക്ക് അത് വളരെ യഥാതഥമായ, റിയലിസ്റ്റിക്കായ, പ്രായോഗികമായ ഒരു പ്രവൃത്തിയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആളുകൾ ഒരു സമരം ചെയ്യും. ആ സമരത്തിൽ ലാത്തി ചാർജും വെടിവെപ്പും
വീട് തീവയ്ക്കലൊക്കെ ഉണ്ടായി. അതിൽ 27 ആൾ മരിച്ചു, 58 ആൾക്ക് പരിക്ക് പറ്റി, 30 വീടുകൾ പൂർണ്ണമായി കത്തി നശിച്ചു, 76 വീടുകൾ ഭാഗികമായി കത്തി വിചാരിക്കുക. അപ്പോൾ ഗാന്ധി 27 ആൾ മരിച്ചാൽ 30ഓളം ആൾ മരിച്ചു എന്ന് എഴുതൂല. എത്ര വീടാണ് പൂർണ്ണമായി കത്തിയത് അതിൻ്റെ കൃത്യമായ കണക്ക്, എത്ര വീടാണോ ഭാഗികമായി നശിച്ചത് അതിൻ്റെ പൂർണ്ണമായ കണക്ക്. എന്നറിയാം. അവസാനം കുറച്ച് കഴിയുമ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരുടെ പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെയോ റവന്യൂ ഓഫീസർമാരുടെയോ റിപ്പോർട്ടിനേക്കാൾ അധികം ഗാന്ധിയുടെ പത്രവാർത്തകൾ വിശ്വസിച്ചു. കണ്ടോ, ശത്രുവിൻ്റെ അംഗീകാരം വരിക. അപ്പം നമ്മളൊരു സമരം നടത്തുമ്പോൾ അതിലിപ്പോൾ പോലീസ് വെടിവെച്ചു, 27 ആൾ മരിച്ചാൽ നമ്മൾ ഉടനെ പറയുന്നത് എന്താ, 50ഓളം ആൾ മരിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് 30ഓളം ആൾ നോക്കും, ഒരിക്കലും 27 എന്ന് പറയില്ല. അപ്പോൾ 60 വീടാണ് പൂർണ്ണമായി കത്തി നശിച്ചെങ്കിൽ 100ഓളം വീടുകൾ എന്ന് കൊടുത്ത് അതിന് എഫക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഗാന്ധിയുടെ കാര്യം അതിന് ബലം കൂടുതലേ ചെയ്യുക, അത് ദുർബലമായി. എന്താ കാരണം, അത് അസത്യമാണ് എന്ന് ഗാന്ധി പറയുമ്പോൾ അത് വസ്തുനിഷ്ഠമാണ്, അത് വസ്തുതയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ നമ്മുടെ പത്രപ്രവർത്തനത്തിൽ അത് മനസ്സിലാവില്ല, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ സംസാരിക്കാൻ മനസ്സിലാവില്ല. ഏത് സംഭവം നടന്നാലും ഔദ്യോഗിക റിപ്പോർട്ട് അനുസരിച്ച് 12 ആളും അനൗദ്യോഗിക റിപ്പോർട്ട് അനുസരിച്ച് 20 ആളും മരിച്ചു നമ്മുടെ റിപ്പോർട്ട്. എത്ര ആൾ മരിച്ചു ഒരിക്കലും മനസ്സിലാവില്ല. ഗാന്ധി ആ റിപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ, ഗാന്ധിയുടെ പത്രത്തിൽ ആ റിപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അത് കൃത്യമായിരിക്കും. അപ്പം ഇപ്പോൾ നമ്മൾ എന്താ പ്രസക്തി, മൂല്യങ്ങൾക്ക് എന്താ പ്രസക്തി, ഇതൊക്കെ ആർക്ക് വേണം എന്ന് ചോദിക്കുന്ന ആളുകൾ ലോകത്തിൽ മിക്ക നാടുകളിലും മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുക. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു സെക്രട്ടറി വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞു, ഏറ്റവും അധികം ആളുകൾ പങ്കെടുത്ത പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ട്രംപിൻ്റെതായിരുന്നു. അപ്പം മുമ്പിലിരുന്ന ഒരു പത്രക്കാരൻ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ. അപ്പം ചോദിച്ചു, എന്താ? ടെലിഫോണിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്, ഇത്ര ആള്, അത് കൂടുതൽ ആളുകൾ പങ്കെടുത്തത് അദ്ദേഹം കാണിച്ചു കൊടുത്തു. അപ്പോൾ ഉടനെ ഈ സെക്രട്ടറി പറഞ്ഞു, അത് നിങ്ങളുടെ സത്യം, ഇത് ഞങ്ങളുടെ സത്യം. സത്യാനുള്ളത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അങ്ങനെ 2 സത്യം ഉണ്ടാവും. ഏറ്റവും അധികം ആൾ പങ്കെടുത്ത പരിപാടി ആരുടേതാണ്? ട്രംപിൻ്റേതാണ് അല്ലെങ്കിൽ ഒബാമയുടേതാണ്? 2 കൂടി ആവാൻ വയ്യല്ലോ. 2 കൂടി ആവാമെന്ന. കാരണം നിങ്ങൾക്ക് ബോധിച്ചത് നിങ്ങൾ പറയുക, അത് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പറയാനുള്ളത്, എതിരുദാഹരണം പറയാനുള്ളത് ഹിറ്റ്ലറുടേതാണ്. പ്രചാരണ വകുപ്പ് സെക്രട്ടറി ആയിരുന്നു ജോസഫ് ഗീബൽസ്. ഗീബൽസിന്റെ ഒരു തത്വം, ഒരസത്യം നിങ്ങൾ 100 വട്ടം പറഞ്ഞാൽ അത് താനെ സത്യമായിക്കൊള്ളുന്നു. ഗീബൽസ് ചെറിയ ആളല്ല. അദ്ദേഹം കാൽപ്പനിക നാടകത്തിൽ PhD എടുത്ത പണ്ഡിതനാണ്. കാൽപ്പനിക നാടകത്തിൽ 1922 അദ്ദേഹത്തിന് PhD കിട്ടുന്നുണ്ട്. പണ്ഡിതൻ, പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്. അപ്പോൾ നിങ്ങൾ കള്ളം പറയുമ്പോൾ അത് ഉറപ്പിച്ചും തറപ്പിച്ചും പറയണം എന്നാണ് ഹിറ്റ്ലറുടെ ഉപദേശം. അപ്പോൾ അവനവൻ്റെ മതത്തിന് വേണ്ടി, അവനവൻ്റെ സമുദായത്തിന് വേണ്ടി, അവനവൻ്റെ പാർട്ടിക്ക് വേണ്ടി, അവനവൻ്റെ രാജ്യത്തിന് വേണ്ടി കള്ളം പറയുന്നത് ശരിയാണെന്നാണ് പൊതുവെ ആളുകളുടെ വിചാരം. എന്നൊരു നേതാവുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. 1945 ചെറിയ പ്രായത്തിൽ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിനൊരു പത്രമുണ്ടായിരുന്നു കോഴിക്കോട്ട് നിന്ന്, അൽ അമീൻ എന്ന പേര്. ആ വാക്കിൻ്റെ അർത്ഥം വിശ്വസ്തൻ. മുഹമ്മദ് നബിയുടെ ഓമന പേരാത് അദ്ദേഹത്തെ നാട്ടുകാർ വിളിച്ചിരുന്ന. ഒരു 1924 ആ പത്രം പുറത്തിറങ്ങി. അതിൻ്റെ മുദ്രാവചനം മുകളിൽ നിന്ന് എഴുതുന്നത് എങ്ങനെയത്? അത് പത്രത്തിൻ്റെ 1ാമത്തെ പേജിൽ അൽ അമീൻ എന്ന് എഴുതിയതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ്, സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിപ്പിൻ. അത് നിങ്ങളുടെ സ്വന്തക്കാർക്കോ മാതാപിതാക്കൾക്കോ
നിങ്ങൾക്ക് തന്നെയോ എതിരായിരുന്നാലും. അതിൻ്റെ ഒരു വാക്കും കൂടി ഉണ്ട് വിശുദ്ധ ഖുർആൻ. അതിനത് എന്താ? അത് സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിപ്പിൻ. അത് നിങ്ങളുടെ സ്വന്തക്കാർക്കോ മാതാപിതാക്കൾക്കോ നിങ്ങൾക്ക് തന്നെയോ എതിരായിരുന്നാലും. അബ്ദുറഹിമാൻ അത് പാലിച്ച് ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഒക്കെ പലപ്പോഴും സ്വന്തക്കാരും ബന്ധക്കാരുമായുള്ള ആളുകളുടെ നേരെ അബ്ദുറഹിമാൻ സത്യസന്ധമായി, നിഷ്ഠുരമായി, നീതിനിഷ്ഠമായി പെരുമാറിയത് കൊണ്ട് നഷ്ടമെന്ന് പോയതാണ്. അപ്പൊ അവസാനത്തെ കാര്യം ഞാൻ പറയാം. അദ്ദേഹം 4 തൊട്ട് 34 വരെയാണ് ആ പത്രം നടന്നെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഇടയ്ക്ക് നിന്നും ഇടയ്ക്ക് നടന്നും ഇടയ്ക്ക് ക്ഷീണിച്ചു അങ്ങനെ. അപ്പോ അബ്ദുറഹിമാന്റെ പ്രവർത്തനത്തിന് പൈസ കൊടുക്കുകയും അല്ലമീൻ പത്രത്തിന് സംഭാവന കൊടുക്കുകയും ചെയ്യുന്ന ഒരാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഴിമതി പ്രശ്നം കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ കൗൺസിലർ. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഇത് വന്നാൽ അദ്ദേഹം ഇയാൾക്ക് വേണ്ടി പറയില്ല, നീതിക്ക് വേണ്ടിയേ പറയുള്ളൂ എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വിചാരിച്ചാൽ, ഇത് അറിയാത്ത മാതിരി അന്ന് പരപ്പനങ്ങാടി അബ്ദുറഹിമാൻ ഒരു മീറ്റിംഗ് വെച്ചു. അപ്പോൾ ഈ മുനിസിപ്പൽ കൗൺസിലിൽ ഈ പ്രശ്നം വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അബ്ദുറഹിമാൻ പറഞ്ഞു, എനിക്ക് ആ മീറ്റിംഗ്, എനിക്ക് അതിനേക്കാൾ പ്രധാനമാണ് ഈ മീറ്റിംഗ്. കാരണം അത് അഴിമതിക്കെതിരായുള്ള ഒരു പോരാട്ടമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ മതക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ ഉപകർത്താവാണ്. ഇതൊക്കെ ശരിയാ. അപ്പോൾ ചില ശിഷ്യന്മാരൊന്ന് അവസാനം തുറന്നു പറഞ്ഞു, സാഹിബ് ഇങ്ങനെ ഒരു നിലപാടെടുക്കരുത്, അതിന് പ്രയാസം തന്നെ അങ്ങോട്ട് പോകണ്ട. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അല്ല, നമ്മൾ പത്രം നിന്നു പോകും, കാരണം അദ്ദേഹത്തിൻ്റെ പരസ്യം കൊണ്ടും ധനസഹായം കൊണ്ടും അപ്പോൾ നടക്കണത്. അദ്ദേഹം പറഞ്ഞാൽ അങ്ങനെ പത്രം നടക്കണ്ട. അദ്ദേഹത്തിൻ്റെ അഴിമതിക്ക് കൂട്ട് നിന്നിട്ടോ മൗനം കൊണ്ട് അതിനെ അനുവദിച്ചിട്ട് പത്രം നടക്കണ്ട. അബ്ദുറഹിമാൻ പോയി ആ അഴിമതി പുറത്തു കൊണ്ടുവന്ന് അതൊക്കെ പ്രശ്നമായി, അയാൾ കുടുങ്ങി, അബ്ദുറഹിമാൻ്റെ പത്രം നിന്നുപോയി എന്നാണ് ഞാൻ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു കേട്ടത്. ഈ സത്യത്തിന് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ കാരണം? അത് സഹിക്കാൻ പറ്റില്ല, ആളുകൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ സത്യം പറഞ്ഞതിനാണ് സോക്രട്ടീസിനെ വിഷം കൊടുത്ത് കൊന്നത്. സത്യം പറഞ്ഞതിനാണ്. ഹിറ്റ്ലറെ ആരും കൊല്ലല്ല, ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യാണ്ടായത്, ഗീബൽസും ആത്മഹത്യ ചെയ്തതാ. അപ്പോ താങ്ങാൻ പറ്റാത്തത് സത്യമാണ്. ഇപ്പൊ ക്രിസ്തുവിനെ കൊണ്ട് എന്താ ബുദ്ധിമുട്ട്? അതേ സത്യം പറയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അവര് ഒരു കെട്ട വഴിയിൽ നടക്കുന്ന ഒരു സ്ത്രീ എന്ന് ആരോപിച്ച് അവര് ആ പെൺകുട്ടിയെ ഓടിച്ച് കല്ലെറിഞ്ഞ് കൊല്ലാൻ പോകുന്ന സമയത്ത് അവൾ ക്രിസ്തുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ ക്രിസ്തു അവരോട് പറഞ്ഞൊരു ചെറിയ വാക്യമാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ. സത്യമാണത്. അവർക്ക് കല്ലെറിയാൻ പറ്റിയില്ല. അപ്പോ അവർ തിരിച്ചു പോകുന്നു. ഇന്നാണെങ്കിൽ എല്ലാവരും കല്ലെറിയും. എന്താ കാരണം? ഞങ്ങൾ പാപം ചെയ്തിട്ടില്ല എന്ന് ഭാവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ക്രിസ്തുവിൻ്റെ കാലത്തെ പാപികളായ നിഷ്ഠുരന്മാരായ ആളുകൾക്ക് ക്രിസ്തു ആ ചോദ്യം ചോദിച്ചപ്പോൾ തങ്ങളും പാപം ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു സത്യബോധം ഉണ്ടായി. ഇന്ന് അതുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ് സക്രിയ ഒരു കഥ തന്നെ എഴുതിയിട്ടുണ്ട്, ഇവർ കല്ലെറിയുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു ഉദാഹരണം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അങ്ങനെ ചെറിയ കാര്യമാണ്. അപ്പോൾ ഇതിപ്പോൾ സത്യാനന്തര കാലത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നാട്ടിലെ ആളുകൾ നടുങ്ങുന്ന ഒരു പ്രസ്താവനയാണ്, ഒരമ്പലം കത്തിയാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു, നന്നായി എന്ന് പറയുന്നു. ഇതാര് പറഞ്ഞതാണെന്നാണ്? ഇത് പറഞ്ഞത് ശബരിമല അമ്പലത്തിന് തീപിടിച്ചപ്പോഴാണ്. 1950 ആ തീപിടുത്തം. ഇത് പറയുന്നത് സി കേശവനാണ്. സി കേശവൻ എന്ന് പറയുന്നത് SNDPയുടെ ഒരു നേതാവാണ്, ദൈവ നിഷേധിയാണ്, നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവാണ്, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹമാണ് ഇത് പറഞ്ഞത്. അത് പറഞ്ഞതിന് ശേഷമാണ് 1950-52 കാലത്ത് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് സി കേശവൻ ഇരിക്കുന്നത്. സി കേശവൻ 1969 മരിച്ചുപോയി. ഇന്നിപ്പോ സംഘം പ്രചരിപ്പിക്കുന്നത്
ഇത് EMS പറഞ്ഞാണ്. ഒരമ്പലം കത്തിയാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയായി. അറിയിച്ചു. ഇപ്പോ VT ഭട്ടതിരിപ്പാട് അദ്ദേഹം വലിയ പരിഷ്കർത്താവാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ അന്തർജനങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങിയ ആൾ. അവർക്ക് വിദ്യ വേണം, അവർക്ക് സജാതീയ വിവാഹം പാടില്ല തുടങ്ങിയ ഒരു അനവധി കാര്യങ്ങൾ. ആ കൂട്ടത്തിൽ EMS ഉണ്ട്, ആ കൂട്ടത്തിൽ MR ഭട്ടതിരിപ്പാടുണ്ട്, MP ഭട്ടതിരിപ്പാടുണ്ട്. MP ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന ആളെയാണ് പിന്നീട് നമ്മൾ പ്രേംജി എന്ന പേരിൽ നാടക നടനായിട്ടും സിനിമാ നടനായിട്ടും ഒക്കെ അറിയുന്നത്. ഒരുപാട് ആളുകളുണ്ട്. അദ്ദേഹം 1982 മരിച്ചുപോയി. അദ്ദേഹം ആദ്യകാലത്ത് ധാരാളം ലഘുലേഖകൾ എഴുതിയിരുന്നു, VT ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിന്റെ ഒരു ലഘുലേഖയുടെ തലക്കെട്ടാണ് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക. അപ്പോ അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പറഞ്ഞ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. അതിപ്പോ EMS പറഞ്ഞു. ഓ, ജനാധിപത്യത്തിൽ ഇലക്ഷൻ മത്സരിക്കുന്ന പണി VT ഭട്ടതിരിപ്പാടിന് ഇല്ല. അതേ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോ കേട്ടോ, നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ്, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ലേഖന സമാഹാരത്തിന്റെ പേര്. അദ്ദേഹം ഒരു ഗാന്ധി ശിഷ്യനാണ്. സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു എന്നാണ് ആ ലേഖന സമാഹാരത്തിന്റെ പേര്. അപ്പോ അത് EMS ആണെന്ന് പറയാം. എന്തൊരു അന്യായം നടിച്ചു പോകും. അപ്പൊ EMS അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറയാം, പറയാത്ത എങ്ങനെ പറയാം? അപ്പൊ ഇതൊക്കെ സംഘപരിവാറുകാർക്ക് CPM അല്ലെങ്കിൽ EMS അങ്ങേയറ്റത്തെ ഹിന്ദു വിരുദ്ധനാണ്, ക്ഷേത്രവിരുദ്ധനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറയാം. ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞാണ്. ഇങ്ങനെ ആളുകൾ പറഞ്ഞതും പറയാത്തതും മുഴുവൻ അവരുടെ പേരിൽ കെട്ടിവെച്ചിട്ട് വലിയ പ്രചാരവേല. ഈ പ്രചാരവേലയ്ക്ക് നവമാധ്യമങ്ങളാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ട്വിറ്റർ, പിന്നെ ഈ തരത്തിലുള്ള യൂട്യൂബ്, അനവധി മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ പറയുന്നു. അവിടെ എന്താ പ്രശ്നം? അവിടെ എഴുതുന്ന ആളും എഴുത്തുകാരനും എഡിറ്ററും പബ്ലിഷറും ഒക്കെ ഒരാളാണ്. ഞാൻ എഴുതി അങ്ങോട്ട് പോസ്റ്റ് ചെയ്താൽ കഴിഞ്ഞ ആരോട് ചോദിക്കണ്ട, അതിങ്ങനെ പ്രചരിക്കും. പിന്നെ ആരെങ്കിലും കേസ് കൂട്ടും, അപ്പോഴേക്ക് ഇത് പ്രചരിച്ചു കഴിഞ്ഞു. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അനവധി കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. ഇവിടുത്തെ ഓരോ നേതാക്കന്മാരെ പറ്റി, ഓരോ സമുദായ മേൽദർശന്മാരെ പറ്റി, മത പണ്ഡിതന്മാരെ പറ്റി, പുരോഹിതന്മാരെ പറ്റി. ഇപ്പോൾ പൗരോഹിത്യത്തെ എതിർക്കുന്ന ഒരാളെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതവിഭാഗത്തിലെ പുരോഹിതനെ പറ്റി ഒരു കളവ് പറഞ്ഞാൽ എൻ്റെ വാദം തോറ്റു തന്നെ ഞാൻ വിചാരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ കളവ് പറയുന്നത്? അതിനർത്ഥം നിങ്ങൾ ദുർബലനാണെന്നാ. ഇതിനെ തെറി പറയുന്നത് നിങ്ങൾ ദുർബലനായതുകൊണ്ടാണ്. അപ്പോൾ കള്ളം പറയുന്നത് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ്, ഇങ്ങനെ അന്ന് പറഞ്ഞിരുന്നു. പെട്ടെന്ന് കേൾക്കുന്ന ആളുകൾ ഒരു 100 ആളത് കേട്ടാൽ ഒരു 10-80 ആളത് ഉള്ളതാന്ന് വിചാരിച്ചു. അവർക്ക് ചെക്ക് ചെയ്യാൻ സൗകര്യമില്ല, പിന്നെ ചെക്ക് ചെയ്യണമെന്ന് തോന്നൂല. എന്തൊക്കെ കള്ളത്തരങ്ങളാണ്. എനിക്ക് തന്നെ വാട്സാപ്പിൽ 1-2 വട്ടം ഞാൻ ചില കാര്യങ്ങൾ നമ്മുടെ ചില സുഹൃത്തുക്കളുടെ ഫേസ്ബുക്ക് വാളിൽ കണ്ടത് ഷെയർ ചെയ്ത് അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം അവരെ വിശ്വസിച്ചാൽ ഞാൻ ഷെയർ ചെയ്ത്. അപ്പം എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ്. അതിൽ എന്ത് പറഞ്ഞാലും ഇതെങ്ങനെ മാറുക, എങ്ങനെ മറിയുക, എങ്ങനെ ഇവർ പറയുമ്പോൾ വളച്ചൊടിക്കാന്നറിയില്ല. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് നേരിട്ട് കള്ളം പറയാൻ സൗകര്യം വളരെ കുറഞ്ഞിട്ട് പോകും. എന്താണ്, പണ്ട് ഞങ്ങളുടെയൊക്കെ യൗവനകാലത്ത് എന്താണ്, പറഞ്ഞ കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നേതാവ് പറയും. ഇപ്പോൾ പറഞ്ഞത് എൻ്റെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ TV-കാരെന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം അത് പറയുന്നത് കാണിക്കും. അപ്പം അതുകൊണ്ട് MLA, MP, മന്ത്രി ലെവലുള്ള ആളുകൾക്ക് നേരിട്ട് കള്ളം പറയാൻ സൗകര്യം വളരെ കുറഞ്ഞിട്ടുണ്ട്, ടെലിവിഷൻ ഉള്ളതുകൊണ്ട്. പക്ഷെ ഈ യൂട്യൂബിൽ ഇപ്പോൾ ലവ് ജിഹാദ് എന്നുള്ളൊരു സാധനം ആലോചിച്ചു. എത്ര കാലം അത് ഇവിടുത്തെ പോലീസ് ഓഫീസർമാർ, ഇവിടുത്തെ വക്കീലന്മാർ, ഇവിടുത്തെ ജഡ്ജിമാർ, ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ എത്ര കള്ളം പറഞ്ഞു. ഇപ്പോൾ അവസാനം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല. കണ്ടോ?
അതായത് മുസഫർപൂരിലൊക്കെ ഇലക്ഷന് വലിയ പങ്ക് വഹിച്ചൊരു സാധനം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ യു പിയിലും മധ്യപ്രദേശിലൊക്കെ വളരെയധികം ചിലവായൊരു സാധനമാണ് എന്ത് കേരളത്തിൽ ഇങ്ങനെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മുസ്ലിം ചെറുപ്പക്കാർ അമുസ്ലിം പെൺകുട്ടികളെ സ്വീകരിച്ച് കല്യാണം കഴിച്ച് മുസ്ലിമാക്കി എന്നിട്ട് അവരെ തീവ്രവാദ പ്രവർത്തനത്തിന് റിക്രൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ശങ്കറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം അങ്ങനെ 3000-4000 ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു കണക്ക് പ്രസിദ്ധീകരിക്കണ്ടേ? ഞാനതൊരു ലേഖനം എഴുതിയിരുന്നു, ഒരു ചർച്ചയിൽ ഞാൻ ചോദിച്ചിരുന്നു. അങ്ങനെ ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇല്ല എന്ന് ഉള്ളത് എന്ന് പറഞ്ഞ് തിരിഞ്ഞ് ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ഇനിയിപ്പോ അതും മുങ്ങിപ്പോവും, പിന്നെ അടുത്ത ഇലക്ഷൻ വരും വീണ്ടും ലവ് ജിഹാദ് എന്ന് പറയും. അങ്ങനെ എന്തൊക്കെ ആ തരത്തിൽ. ഞാനൊരു ഉദാഹരണം പറയാം. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ മാത്രമല്ല, എല്ലാ പാർട്ടിക്കാരും ഈ തരത്തിൽ. കാരണം ഇതിനകത്ത് കാണിക്കാവുന്ന കള്ളത്തിന് കണക്കില്ല. അതുകൊണ്ട് ഇതിൽ വന്നൊരു സൽപ്പേര്, കുപ്രസിദ്ധി എന്ന് പറഞ്ഞാൽ എന്താ ചീത്തപ്പേര്. ഇപ്പോ അങ്ങനെ രണ്ടെണ്ണം ഇല്ല. സുപ്രസിദ്ധി കുപ്രസിദ്ധി എന്ന് വേർതിരിവില്ല, പ്രസിദ്ധിയേ ഉള്ളൂ. നോണായാണ്. ഞാൻ നല്ല ഉദാഹരണം പറയാം. നിങ്ങൾ ചിലർ ഓർക്കുന്നുണ്ടാവും, അമേരിക്കൻ ചരിത്രത്തിലെ വളരെ ആളുകൾക്ക് വളരെ നാണക്കേടുണ്ടാക്കിയൊരു സംഭവമാണത്. അവിടെ ബിൽ ക്ലിന്റൺ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് 95-96 കാലത്ത് അവിടെ വൈറ്റ് ഹൗസിൽ ഒരു പരിചാരികയായിട്ട് ജോലി ചെയ്ത മോണിക്ക ലെവിൻസ്കി എന്ന് പറയുന്ന ഒരു സുന്ദരിയുമായിട്ട് ക്ലിന്റന് ശാരീരിക വീഴ്ച ഉണ്ടായില്ല. ഏത് തരം വീഴ്ച ഉണ്ടായതില്ലെന്ന് അത് വലിയൊരു അപവാദമായി ലോകം മുഴുവൻ കത്തിപ്പടർന്നു. ഒരു ദിവസം കൊണ്ട് മോണിക്ക ലെവിൻസ്കി എന്ന് പറയുന്ന പെൺകുട്ടി ലോകപ്രസിദ്ധയായി. ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്താ ഉണ്ടായത്? ബിൽ ക്ലിന്റൺ എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളുണ്ട്. ഹിലരി ക്ലിന്റൺ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അവരന്ന് ഗവൺമെന്റിലുണ്ട്. പിന്നെ ഇത്ര പ്രസിദ്ധമായ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ്. അതിനകത്ത് നിന്ന് ഈ 95-96 കാലത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 98-ലാണ് അപവാദമായിട്ട് വരുന്നത്. അതായത് ക്ലിന്റനെതിരായിട്ട് വേറെ ഒരു പെൺകുട്ടി ഒരു കേസ് കൊടുത്തതിൻ്റെ തുടർച്ചയായിട്ടാണ് സംഗതികളൊക്കെ വരുന്നത്. അപ്പോൾ അന്ന് ഏത് തരത്തിലാണ് അവർ ഒരു ശാരീരിക വീഴ്ച കെനത്ത് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ആളുടെ നേതൃത്വത്തിലുള്ള ഒരു ജഡ്ജിങ് ഒരു എൻക്വയറി കമ്മീഷൻ അത് അന്വേഷിച്ചു. ഈ പെൺകുട്ടിയോട് നേരിട്ട് ഹാജരാൻ പറഞ്ഞു. വീഡിയോ കോൺഫറൻസ് വഴി അമേരിക്കൻ പ്രസിഡന്റ് ഇതിന് മറുപടി വരേണ്ടി വന്നു. ഒരു ഇംപീച്ച്മെന്റ് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞത് അതിൻ്റെ തെറ്റോ ശരിയോ ഒക്കെ പോട്ടെ. ഞാൻ പറയുന്നത് ഈ മോണിക്ക ലെവിൻസ്കിക്ക് ഉണ്ടായത് പ്രസിദ്ധിയാണോ സുപ്രസിദ്ധിയാണോ കുപ്രസിദ്ധിയാണോ? അങ്ങനെ ഒരു ചോദ്യമല്ല. അവർ പ്രസിദ്ധിയായി, അവരെ പറ്റി പുസ്തകങ്ങൾ വന്നു, ഡോക്യുമെന്ററികൾ വന്നു, സിനിമ വന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. അവർ വലിയ TV പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്ന ഒരാളായി. അവരുടെ പേരിൽ അവർ ഡിസൈൻ ചെയ്തത് എന്ന് പറയുന്ന ഹാൻഡ് ബാഗുകൾ ലോകം മുഴുവൻ വിറ്റഴിഞ്ഞു. അവരൊരു മോഡലായി. എന്തൊക്കെ എന്താ അവർക്ക് ഉണ്ടായത്? അവര് ഒരു അവിഹിത വീഴ്ച നടത്തി. ആരുമായിട്ട്? ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയായിട്ട് എന്ന് അവർ പറയുന്നു. അത് മുഴുവനായിട്ട് ക്ലിന്റൺ അംഗീകരിച്ചിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് മാത്രമേ അദ്ദേഹം അംഗീകരിച്ചിട്ടുള്ളൂ. അത് ശരിയല്ലാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു മാത്രം. ഒരു ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് ഒരു സോളാർ സരിതാ നായർ ടെലിവിഷൻ അവരെ ഒരു ആഘോഷമാക്കി മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? അവർ ചെല്ലുന്നിടത്തൊക്കെ ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരോടൊക്കെ അവരോട് ഓട്ടോഗ്രാഫ് വാങ്ങുന്ന ഒരു സ്ഥിതിയായി. അപ്പൊ ആരായി അവര്? കണ്ടോ? പ്രസിദ്ധി